കർത്താവിന്റെ തിരുവചനമായി പിന്നെയും ദൈവമക്കളുടെ മുമ്പാകെ ആയിരിക്കാനുള്ളവനെ ദൈവം ബലപ്പെടുത്തിയതിനായി അതിന് നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥന ഉണ്ടായിരുന്നതിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവചന സത്യങ്ങളെ കുറിച്ചാണ്. തിരുവചന സത്യങ്ങളുടെ മഹത്വമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിഷയം ക്രിസ്തുമാർഗത്തിന്റെ ശ്രേഷ്ഠതയാണ്. ക്രിസ്തുമാർഗത്തിന്റെ ശ്രേഷ്ഠത എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ സ്ഥാപകനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അത് നമ്മൾ ആദ്യ ക്ലാസ്സുകളിൽ പഠിച്ചു, അതിശ്രേഷ്ഠനായ ക്രിസ്തു. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് അതിശ്രേഷ്ഠമായ നമ്മുടെ പ്രമാണങ്ങളെ കുറിച്ചാണ്. ഇന്നത്തെ ക്ലാസ്സോടുകൂടി ആ പ്രമാണത്തെ സംബന്ധിച്ചുള്ള ചുരുക്കം വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ അവസാനം ചിന്തിച്ച് നിർത്തിയത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 9ാമത്തെ പോയിന്റാണ്, ഉപദേശങ്ങളിലെ പ്രായോഗികത, യുക്തിഭദ്രത. നമ്മുടെ പ്രമാണം എന്ന് പറയുന്നത് വളരെ പ്രായോഗികമാണ്. പ്രായോഗികമല്ലാത്ത, അതായത് 21ാം നൂറ്റാണ്ടിലായാലും അതിന് 101ാം നൂറ്റാണ്ടിലാണെങ്കിലും ഏത് നൂറ്റാണ്ടിലാണെങ്കിലും അത് വളരെ പ്രായോഗികമാണ്, യുക്തിഭദ്രമാണ്. ഉദാഹരണത്തിന് നമ്മുടെ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന സ്നേഹത്തിന്റെ മാർഗവും സ്നേഹത്തിന്റെ പ്രമാണവും എവിടെയും എല്ലാ കാലത്തും പ്രായോഗികമാണ്. ഏത് വിഷയങ്ങൾക്കും പരിഹാരം സ്നേഹമാണെന്ന് നമ്മുടെ അരുമനാഥൻ നമ്മളെ പഠിപ്പിച്ചു. അത് എന്നും എക്കാലത്തും അത് പ്രായോഗികമാണ്. വിശ്വാസം, അതിൻ്റെ ആ പ്രത്യേകത ഒന്ന് ആലോചിച്ച് നോക്കിയേ. വിശ്വാസത്താൽ എല്ലാം സാധ്യമാണ് എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്ന വലിയ സത്യം. അതും ഏത് കാലത്തും പ്രായോഗികമാണ്. അപ്പോൾ സ്നേഹമാണെങ്കിലും ക്ഷമയാണെങ്കിലും പ്രായോഗികതയാണെങ്കിലും വിശ്വാസമാണെങ്കിലും എല്ലാം പ്രായോഗികമാണ്. നമ്മുടെ പഠനത്തിലെ ആ ലാളിത്യം ഒന്ന് ശ്രദ്ധിച്ചേ. ഇതുപോലെ ലാളിത്യമായി പഠിപ്പിക്കാൻ പറ്റുന്ന വേറെ ഏതൊരു ഗ്രന്ഥമുണ്ട്? ഇതുപോലെ ലാളിത്യമുള്ള ഏതൊരു തത്വശാസ്ത്രമുണ്ട്? ഏതൊരു ഇസമുണ്ട്? ഒന്നുമില്ല. അത്രയ്ക്ക് സിമ്പിളാണ്. 4ാം ക്ലാസ്സിലെ ഒരു കൊച്ചുകുട്ടിക്ക് പോലും കർത്താവ് പഠിപ്പിച്ച പാഠങ്ങള് നമ്മുടെ ഗിരിപ്രഭാഷണം വായിച്ചാൽ അതിൻ്റെ സത്യങ്ങളെ മനസ്സിലാക്കാം. അതുകൊണ്ടാണ് സെക്കുലർ മേഖലയിലുള്ളവർ പോലും പുതിയ നിയമത്തെക്കുറിച്ച് വാചാലരാകുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ക്രൈസ്തവർ പോലും രാഷ്ട്രീയ ലാഭത്തിനാണെങ്കിൽ പോലും അവർ വന്നിട്ട് കർത്താവ് പഠിപ്പിച്ച വചനങ്ങളെ കുറിച്ചൊക്കെ നിയമസഭയിലും പാർലമെന്റിലും ഒക്കെ വിളിച്ചു പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് എന്നും വളരെ പ്രായോഗികമാണ്. 10ാമത്തത് പരിപൂർണത. ഈ ഗ്രന്ഥത്തിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത് ഇത് പരിപൂർണമാണ്. ഇതിനോട് ഇനി കാലത്തിന്റെ വ്യത്യാസം അനുസരിച്ച് ഇതിനോട് ഒന്നും കൂട്ടിച്ചേർക്കേണ്ട ഒരു ആവശ്യം ഇല്ല. ഇതിൽ തന്നെ പരിപൂർണമാണ്. ഇതിലെ ചരിത്ര സത്യങ്ങള് പരിപൂർണമാണ്. അത് എവിടെയെങ്കിലും പകുതി വിട്ടേച്ച് ബാക്കി പിന്നെ ആ ചരിത്രം പൂർത്തിയാക്കാതെ പോയിട്ടില്ല. ചരിത്ര സത്യങ്ങള് വാനശാസ്ത്രം പരിശോധിച്ചാൽ അത് സത്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് വിശദമാക്കുന്നില്ല. ഞാൻ നിങ്ങളുടെ മുമ്പ് ഒരിക്കൽ പറഞ്ഞതാണ്. നമുക്ക് സമയം കിട്ടുമ്പോൾ പിന്നെ ഒരിക്കൽ ശാസ്ത്രവും ബൈബിളും എന്ന വിഷയം എടുക്കാം. എങ്കിലും സൂചിപ്പിച്ചു വിടട്ടെ, വാനശാസ്ത്രത്തെ കുറിച്ചുള്ള ബൈബിളിന്റെ പ്രസ്താവനകൾ സമ്പൂർണമാണ്, സത്യമാണ്, ശാസ്ത്രീയമാണ്. സസ്യശാസ്ത്രത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സത്യമാണ്, സമ്പൂർണമാണ്, അതിൽ മാറ്റമില്ല. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഭൂമിശാസ്ത്ര സത്യങ്ങള് സത്യമാണ്, സമ്പൂർണമാണ്, അത് തിരുത്തേണ്ട യാതൊരു കാര്യവുമില്ല. അതും ബൈബിൾ ശാസ്ത്രം എന്ന വിഷയം നമ്മൾ പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കും. ഞാൻ നിങ്ങളൊന്ന് സൂചിപ്പിച്ചിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഭൂമിയുടെ ആകൃതി, സമുദ്രങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങള്, ഇതിലൊന്നും ഒരു പണ്ഡിതനും അല്ലെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരും അക്കാദമിക് നിലവാരത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു യൂണിവേഴ്സിറ്റി അധ്യാപകരും ഈ ബൈബിൾ പറഞ്ഞിരിക്കുന്ന ശാസ്ത്ര തത്വങ്ങളും ഭൂമിശാസ്ത്ര കാര്യങ്ങളാണെങ്കിലും സസ്യശാസ്ത്രമാണെങ്കിലും ഒന്നും തെറ്റാണെന്ന് ആരും ഇന്ന് വരെ പറയാനോ തെളിയിക്കാനോ ആർക്കും കഴിഞ്ഞിട്ടില്ല. 11, ഞാൻ സ്പീഡിലങ്ങ് പോവുകയാണേ. 11, ഈ പഠനം ഇന്നും അതേപോലെ അവശേഷിക്കുന്നു. ബൈബിൾ ഇന്നും അതേപോലെ, അല്ലെങ്കിൽ പൂർവാധികം ശക്തിയോടെ അത് പ്രചരിക്കുന്നു. അതിൻ്റെ വിശ്വാസ്യത
ഏവർക്കും ബോധ്യമായി മുന്നോട്ട് പോകുന്നു. എന്നാൽ അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചവരെല്ലാം നശിച്ചുപോയി. സാമ്രാജ്യങ്ങൾ ഇതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു, ഇസങ്ങൾ അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു. ഇസങ്ങളും അതിന്റെ സ്ഥാപകരുമെല്ലാം ഈ തിരുവചന സത്യങ്ങളെ അത് സത്യമല്ല എന്ന രീതിയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. അവരെല്ലാം കാലത്തിന്റെ യവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയി. എന്നാൽ ഈ തിരുവചന സത്യം അതേപടി ഇന്നും നിലനിൽക്കുന്നു. സാമ്രാജ്യങ്ങൾ പലതുണ്ടായി. നമുക്കറിയാവുന്ന സാമ്രാജ്യങ്ങൾ, അസീരിയൻ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സിറിയ ഒക്കെ ഉൾക്കൊള്ളുന്ന ആ ഭാഗങ്ങള്, അസീരിയൻ സാമ്രാജ്യങ്ങള്, ഈജിപ്ഷ്യൻ സാമ്രാജ്യം, ഇതെല്ലാം ചരിത്രത്തിൽ നമ്മൾ പഠിക്കുന്നതാണ്. വേദോത്സവത്തിൽ രേഖപ്പെടുത്തിയ സാമ്രാജ്യങ്ങളെ കുറിച്ച് മാത്രമാണ് ഈ പറയുന്നത്. അസീരിയൻ സാമ്രാജ്യത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അത് നശിച്ചുപോയി. പിന്നെ ഈജിപ്ഷ്യൻ സാമ്രാജ്യം വന്നു, അത് നശിച്ചുപോയി. പിന്നെ വളരെ വ്യക്തമായിട്ടുള്ള ദാനിയേൽ പ്രവചനത്തിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന ബാബിലോണിയ, മേദ്യ പേർഷ്യ, ഗ്രീക്ക്, റോമൻ, എല്ലാ സാമ്രാജ്യങ്ങളും നശിച്ചുപോയി. ആധുനിക സാമ്രാജ്യങ്ങൾ രൂപം കൊണ്ടതും എല്ലാം അസ്തമിച്ചു. ഒരു സാമ്രാജ്യവും ഒരിക്കലും എന്നേക്കുമായി നിലനിൽക്കുകയില്ല. എന്നാൽ കർത്താവിനാൽ സ്ഥാപിതമായ സ്നേഹ സാമ്രാജ്യം മാത്രം എന്നും നിലനിൽക്കും. അത് ഈ തിരുവചനത്തിന്റെ ഒരു വലിയ ശ്രേഷ്ഠതയാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. സാമ്രാജ്യങ്ങൾ നശിച്ചിട്ടും ഇസങ്ങൾ നശിച്ചിട്ടും നമ്മുടെ വിശ്വാസമാർഗം നശിക്കാതെ നിലനിൽക്കുന്നു എന്നത് വളരെ പ്രത്യേകതയുള്ളതാണ്. 12 ഇത് ദൈവികമാണ് എന്ന്, ഇത് ദൈവ നിശ്വാസീയമാണ് എന്നുള്ളത് ഏതാണ്ട് 3800 പ്രാവശ്യമാണ് തിരുവചനത്തിലെ എഴുത്തുകാരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ദൈവത്താൽ സ്ഥാപിതമായതാണ്. ദൈവമാണ് ഇതിന്റെ എഴുത്തുകാരൻ, ദൈവമാണ് ഇതിന് രൂപം കൊടുത്തത്. ഇതിന്റെ പിന്നിലുള്ള ശക്തി എന്ന് പറയുന്നത് ദൈവതമ്പുരാനാണ് എന്നുള്ളത് 4000-ഓളം പ്രാവശ്യമാണ് തിരുവചനത്തില് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. നമുക്കിനി ഇതിന്റെ ചില പ്രത്യേകതകൾ പഠിക്കാം. ചില പോയിന്റുകളായിട്ട് മാത്രമാണ് പറയുന്നത്. ചില പ്രത്യേകതകൾ, ഒരു സബ് ഹെഡിങ് ആയിട്ട് എഴുതിക്കോ, പ്രത്യേകതകൾ അല്ലെങ്കിൽ വിശേഷണങ്ങൾ. അത് ചില പണ്ഡിതന്മാര് ബൈബിളിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്, എൻ്റെ അഭിപ്രായമല്ല. ചില പണ്ഡിതന്മാരിൽ നിന്ന് ഞാൻ പകർത്തി എഴുതിയ ബൈബിളിനെ കുറിച്ച് പല പണ്ഡിതന്മാർ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇനി നമ്മൾ വായിക്കുന്നത് അല്ലെങ്കിൽ കുറിക്കുന്നത്. ഓക്കെ, അതിലൊന്ന്, ജ്ഞാനിയാകുവാൻ വായിക്കുക. ജ്ഞാനി, നമുക്ക് ജ്ഞാനം നേടണമെന്നുണ്ടെങ്കിൽ ഇത് വായിക്കുക അല്ലെങ്കിൽ പഠിക്കുക. വളരെ സങ്കടം എന്ന് പറയട്ടെ, നമ്മുടെ ഈ കാലഘട്ടത്തിലെ അനേക ആളുകൾ ഇത് ഇരുന്ന് വായിക്കുവാൻ മനസ്സ് വെക്കുന്നില്ല. വായിക്കുന്നുണ്ട് നമ്മളൊക്കെ, പഠിക്കുവാൻ മനസ്സ് വെക്കുന്നില്ല. വായനയും പഠനവും രണ്ടും രണ്ടാണ്. ഇതിൽ നിന്ന് എനിക്ക് എന്താ ലഭിക്കുന്നത് എന്ന ചിന്തയോടുകൂടി ലളിതമായ ഒരു വേദഭാഗം എടുത്ത് വായിച്ച് ധ്യാനിക്കുന്നത് നമ്മളിൽ എത്ര പേരുണ്ട്? ഒരുപക്ഷെ പഴയ നമ്മുടെ തലമുറയൊക്കെ ചെയ്യുമായിരിക്കും. നമ്മുടെ പുത്തൻ തലമുറ, നമ്മുടെ മക്കള് പഠിക്കാൻ വേണ്ടി ഇതെടുത്ത് വായിക്കുന്നത് കാണുന്നില്ല. ദുഃഖകരമെന്നോ സങ്കടകരമെന്നോ ഒക്കെ പറയണം. അവരെ അതിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതുപോലെ തിരക്ക് പിടിച്ച് ലോകത്തില് ഒരു പക്ഷേ നമ്മളും നമ്മുടെ മക്കളെ ചെറിയ പ്രായം മുതൽ പഠിപ്പിച്ചു വളർത്തുന്നത്, മോനെ നീ എഞ്ചിനീയർ ആകണം, ഡോക്ടർ ആകണം എന്നൊക്കെ പറഞ്ഞാണ്. അതൊന്നും പറയുന്നതിനോ പഠിപ്പിക്കുന്നതിനോ തെറ്റില്ല. പക്ഷെ എന്തിനാ അമ്മയെ ഡോക്ടർ ആകുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പറയരുത് ഒത്തിരി കാശുണ്ടാക്കാനാ, ഡോക്ടറായാൽ സമൂഹത്തിൽ വലിയ ആളാകും. എന്തിനാ അമ്മയെ പഠിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ശാസ്ത്രജ്ഞനാകാനാ, ഡോക്ടർ ആകാനാ, അങ്ങനെയൊന്നും നമ്മൾ പറയരുത് കുഞ്ഞുങ്ങളോട്. പഠിക്കുന്ന എന്തിനാന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ആകാനാന്ന് പറയാം. എന്തിനാ ഡോക്ടർ ആകുമെന്ന് ചോദിക്കുമ്പോൾ സാമ്പത്തിക നേട്ടം പറയരുത്. പകരം ഉണ്ടല്ലേ, അമ്മച്ചിയൊക്കെ പ്രായമായി, നമുക്ക് അമ്മച്ചിയെ ചികിത്സിക്കണ്ടേ, അമ്മച്ചിയുടെ രോഗം മാറണ്ടേ, ആ രീതിയിലേ കുഞ്ഞുങ്ങളെ പറയാവൂ. അത് ഏത് പ്രൊഫഷൻ ആണെങ്കിലും അങ്ങനെ ചെയ്യാവൂ. ഒരിക്കലും ഒരു സാമ്പത്തിക മോട്ടീവിന് വേണ്ടിയാണ് നമ്മളെ മക്കളെ വളർത്തുന്നതെന്ന് അവർക്ക് ഒരിക്കലും തോന്നരുത്. എല്ലാത്തിലുപരിയായി ചെറുപ്രായത്തിലെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും അവരെ പ്രാർത്ഥനയുടെ മഹത്വം ബോധ്യപ്പെടുത്തി കൊടുക്കുകയും നമ്മളൊക്കെ വിശ്വാസമാർഗത്തിൽ വന്നതും ജീവിക്കുന്നതും തുടരുന്നതും ഒക്കെ ദൈവത്തിന്റെ ഒരു കൃപ ഒന്നുകൊണ്ട് മാത്രമാണെന്നും
അത്ഭുതകരമായി ദൈവം നമ്മളെ അസുഖങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഒക്കെ വിടുവിച്ചത് കുഞ്ഞുങ്ങളുടെ ചെറിയ പ്രായത്തിൽ, അവരുടെ കൗമാരപ്രായത്തിന് മുമ്പ് തന്നെ കുഞ്ഞുങ്ങളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അത് അവരുടെ ഹൃദയത്തിൽ കോറിയിടാന് നമ്മൾ ശ്രമിക്കണം. അങ്ങനെ തിരുവചനം വായിക്കുവാൻ നമ്മുടെ മക്കളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യൽ. വായിക്കാനല്ല, പഠിക്കുവാൻ. ഓക്കെ. ജീവിതത്തിലെ പെരുവരുക്കൻ മരുഭൂമിയിൽ കൂടെയുള്ള യാത്രാവേളകളിൽ ദൈവം ഇസ്രായേൽ മക്കളെ എങ്ങനെയാണ് പരിപാലിച്ചത് എന്ന് നമ്മൾ ആദ്യത്തെ 5 പുസ്തകങ്ങളൊക്കെ വായിച്ച് ധ്യാനിക്കുമ്പോൾ അതും നമ്മുടെയൊക്കെ ജീവിതത്തിലെ ആ ആദ്യകാല അനുഭവങ്ങളുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നമ്മൾ ധ്യാനിക്കണം. കർത്താവേ, ഈ മരുഭൂമി യാത്ര എൻ്റെയും ജീവിതത്തിൽ ഉണ്ടായിരുന്നല്ലോ. അവിടുന്ന് എന്നെ താങ്ങിയ വിധങ്ങള് അത് നമ്മൾ ഓരോ പ്രാവശ്യവും ഓർത്തിരിക്കണമെങ്കിൽ നമ്മള് ആ തിരുവചന ഭാഗങ്ങൾ വായിച്ച് ധ്യാനിക്കണമേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. 2, ഒന്ന് ജ്ഞാനിയാകുവാൻ വായിക്കുക അല്ലെങ്കിൽ പഠിക്കുക. 2, സുരക്ഷിതനാകുവാൻ വിശ്വസിക്കുക. നമുക്കൊരു സുരക്ഷിതത്വ ബോധമുണ്ടാകുവാൻ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സമ്പൂർണമായി വിശ്വസിക്കണം. നമ്മുടെ വിശ്വാസവും ജീവിത സുരക്ഷിതത്വവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഞാനൊരു മനഃശാസ്ത്ര ഗ്രൂപ്പിൽ അംഗമാണ്. അത് വേറൊരു അധ്യാപകൻ മുഖേന ഞാൻ ആ ഗ്രൂപ്പിൽ പെട്ടുപോയതാണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് വേണമെങ്കിൽ ക്വിറ്റ് ചെയ്യാം. പക്ഷേ പലപ്പോഴും അതിന് പറ്റുന്നില്ല. എന്താന്ന് ചോദിച്ചാൽ, ആ ഗ്രൂപ്പ് തുറക്കുമ്പോൾ അറിയാം അനേകരുടെ വേദനകൾ. അനേക ജീവിതത്തിൽ ഒരു ദൈവവിശ്വാസവും ഇല്ലാത്തതിന് ഫലമായി ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് തകർന്ന് തരിപ്പണമായ ഒരുപാട് വേദനകൾ. എല്ലാ ദിവസവും അത് 1,00,000-ലധികം അംഗങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. ഒരു നല്ല കാര്യം അതിലൊന്നും ഒരിക്കലും പോസ്റ്റായിട്ട് പുറത്തു വരുന്നില്ല. പകരം ഞാൻ ഇങ്ങനെ ഒരു ബന്ധത്തിൽപ്പെട്ടു, ഇനി എന്ത് ചെയ്യണം? ഞാൻ കടബാധിതനായി തകർന്നു, ഇനി എന്ത് ചെയ്യണം? എനിക്ക് ആത്മഹത്യയെക്കുറിച്ച് എപ്പോഴും ചിന്ത വരുന്നു, ഇനി എന്ത് ചെയ്യണം? അവരെല്ലാം വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കും, അവർക്ക് പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തില് ഒരു അടിയുറച്ച വിശ്വാസമില്ല. അതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. ഏറ്റവും ഒടുക്കി എനിക്ക് ആരുമില്ല. ചില ഗൾഫുകാരുടെയൊക്കെ വേദനകളെ, ഗൾഫിലൊക്കെ പ്രവാസ ജീവിതം, ചോരയും നീരുമുള്ള കാലം മുഴുവൻ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി അവിടെ പോയി അധ്വാനിച്ച് തിരിച്ചു വരുമ്പോൾ എനിക്ക് ആരുമില്ലെന്ന ചിന്ത മനസ്സിന്റെ തലച്ചോറിന്റെ നെട്ടിളക്കി കളയും. സ്ക്രൂ ഇളകി പോവും ജീവിതത്തിൽ അങ്ങനെയൊക്കെ വരുമ്പോ. അപ്പോ ആ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കണമെങ്കിൽ ആദ്യം മുതലേ എനിക്കൊരു ഉടയവനുണ്ട് എന്ന ചിന്തയോടുകൂടി വേണം നമ്മൾ ജീവിക്കുവാൻ. അതുകൊണ്ടാണ് നമ്മൾ ക്ലാസ് ആരംഭിച്ചപ്പോൾ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു എന്ന ഒരു ഭാഗം പഠിച്ചതിനാ. നമുക്കൊരു ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് നമ്മുടെ ബേസ് നമ്മൾ മുന്നോട്ട് പോകും. എല്ലാ ബൈബിൾ പഠനത്തിനും മുൻപ് നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിൽ അചഞ്ചലമായ ഉറച്ച വിശ്വാസമാണ്. നമ്മുടെ മക്കളോ ആരാണെങ്കിലും ഇപ്പം യുക്തിവാദികളുടെ പുസ്തകമോ ഏതും നിരീശ്വരവാദികളുടെയോ അല്ലെങ്കിൽ ഇതര മതഗ്രന്ഥങ്ങളോ ഒന്നും വായിക്കുന്നതിന് ഒരു തെറ്റുമില്ല. പക്ഷെ നമ്മളെ അടിസ്ഥാനം നമ്മൾ ഉറച്ചതിന് ശേഷമേ ലോകത്തിൻ്റെതായ അറിവ് ലഭിക്കാൻ വേണ്ടിയുള്ള മറ്റു പുസ്തകങ്ങൾ നമ്മൾ വായിക്കാവൂ. ചഞ്ചലമായ മനസ്സോടുകൂടി ആകരുത്. അപ്പൊ നമ്മൾ സുരക്ഷിതനാകുവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തോണം? അത് സമ്പൂർണമായി വിശ്വസിക്കണം. ഏതാ വാക്യം മറന്നുപോയത് നമ്മൾ പഠിച്ചത്? ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. ഏത് നിമിഷവും നമ്മൾ ബൈബിൾ പഠിക്കുമ്പോഴാണെങ്കിലും, കടയിൽ പോകുമ്പോഴാണെങ്കിലും, ജോലിക്ക് പോകുമ്പോഴാണെങ്കിലും, പ്രതിസന്ധികൾ വരുമ്പോഴും, വേദനയിൽ ഞെരുങ്ങുമ്പോഴും, രോഗങ്ങൾ ഇങ്ങനെ തിരമാലകൾ പോലെ മാറാ രോഗങ്ങൾ ആഞ്ഞടിക്കുമ്പോഴും, കടബാധ്യത കൊണ്ട് പോകുമ്പോഴും, ഓഫീസിൽ ചെല്ലുമ്പോൾ മാനേജർ പറയാം നാളെ മുതൽ ഇവിടെ ജോലി ഇല്ല എന്ന് പറയുമ്പോഴും, എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. അല്ലെങ്കിൽ നമുക്കറിയാലോ, ഈ തലച്ചോറിലുണ്ടാകുന്ന രാസഘടകങ്ങളുടെ മാറ്റമാണ് മാനസിക പ്രശ്നങ്ങൾ എന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് സമയമുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിൽ ചേരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി പഠിക്കും. അപ്പോ
ഏത് പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും നമ്മുടെ ശരീരത്തിന്റെ ബാലൻസ്, നമ്മുടെ ശരീരത്തിന്റെ തലച്ചോറിലെ ബാലൻസ് നിലനിർത്തണമെങ്കിൽ നമുക്കൊരു ബേസ് വേണം. കൃപയാൽ നമ്മൾ ആ ബേസിലേക്ക് എത്തിവരാ, വിശ്വാസത്തിലേക്ക് എത്തിവരാ. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. പ്രത്യേകിച്ച് മാതാപിതാക്കളും കുഞ്ഞുങ്ങളെയൊക്കെ വിട്ട് ദൂരദേശങ്ങളിലൊക്കെ ജോലിക്ക് പോയി താമസിക്കുന്ന പ്രിയപ്പെട്ടവർ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ടത് ആ വിശ്വാസം അത്ര സമ്പൂർണമാണോ എന്നുള്ളതാ. സമ്പൂർണമായ വിശ്വാസം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പലപ്പോഴും സംഭവിക്കുന്നത് പഠനത്തിന് വേണ്ടി, പ്രൊഫഷണൽ കോഴ്സിന്റെ പഠനത്തിന് വേണ്ടി ഒന്നെങ്കിൽ അതവരുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവാകും. ചിലർ വിശ്വാസത്തിൽ ഉറയ്ക്കും, ചിലർ അതോടുകൂടി വിശ്വാസ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകുന്നത് പലപ്പോഴും നമ്മൾ ദുഃഖത്തോടെ കാണുന്നതാണ്. ഇപ്പൊ നമ്മൾ ഏറ്റവും, ഞാൻ അവരുടെയൊക്കെ യാത്രയപ്പ് മീറ്റിങ്ങുകളിൽ ഞാൻ അവർ പാലിക്കേണ്ടതായ ദൈവവചന പ്രമാണങ്ങൾ അന്ന് രാത്രി അവരെ കൊണ്ട് വായിപ്പിച്ച് അവരെ കൊണ്ട് അവരുടെ പുസ്തകത്തിൽ ഒരു ഡയറിയിൽ എഴുതി വെപ്പിച്ച് ഒക്കെ ചെയ്യാറുണ്ട്. ഈ വാക്കുകള് പഠനത്തിനായും ജോലിക്കായും ദൂരദേശത്തേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ ചെയ്യാറുണ്ട്. അന്നത്തെ രാത്രിയിലെ പ്രാർത്ഥനയിലെ മുഖ്യ വിഷയം കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുക. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും, ഏത് പ്രയാസം വന്നാലും ആദ്യം അഭയം ചെല്ലേണ്ടത് നമ്മുടെ പ്രമാണങ്ങളിലാണ് എന്നും അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ. അപ്പോൾ സുരക്ഷിതനാകുവാൻ ഒരു സുരക്ഷിതത്വ ബോധം നമുക്കുണ്ടാകണമെങ്കിൽ ഏറ്റവും പ്രധാനം ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. അപ്പോൾ തിരുവചന സത്യങ്ങളിൽ സമ്പൂർണമായി വിശ്വസിക്കുക, കർത്താവിൽ സമ്പൂർണമായി വിശ്വസിക്കുക. അടുത്ത 3, വിശുദ്ധനാകുവാൻ പ്രാവർത്തികമാക്കുക. വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ അത് പ്രാവർത്തികമാക്കണം. ഏത്? ഈ തിരുവചന സത്യങ്ങൾ. ഇതെല്ലാം പ്രാവർത്തികമാക്കാവുന്നതേ പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. പഴയ നിയമത്തിലെ യാഗങ്ങളോ പഴയ നിയമത്തിലെ ആ ബലികളും കർമ്മങ്ങളും ഒക്കെ പ്രാവർത്തികമാക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. ഏതെങ്കിലും ന്യായപ്രമാണത്തിൽ ഒരു കാര്യം തെറ്റിയാൽ നാം പാപിയായി പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോയി, എല്ലാത്തിലും തെറ്റിയെന്നാണല്ലോ പഴയ നിയമം പഠിപ്പിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. ഇത് നമ്മൾ പ്രാവർത്തികമാക്കാൻ പറ്റുന്നത് മാത്രമേ നമ്മള് ദൈവം പഠിപ്പിക്കുന്നുള്ളൂ. വിശുദ്ധനാകുവാൻ അത് പ്രാവർത്തികമാക്കണം. 119 സങ്കീർത്തനത്തിന്റെ 4 വാക്യം എന്താ പറഞ്ഞിരിക്കുന്നത്? എല്ലാവർക്കും അറിയാം, എങ്കിലും ഒന്ന് എടുത്ത് വായിച്ചേ. ഇനി 1-2 ബൈബിൾ വാക്യങ്ങൾ വായിക്കണമേ. 119:4 പെട്ടെന്ന് ഒരാളെന്ന് എടുത്തെടുത്ത് വായിച്ചു. നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോ എന്തിനാ തിരുവചനം നമുക്ക് തന്നേന്നുള്ള ചോദ്യത്തിന് മറുപടി ഇവിടെ ഉണ്ട്. എന്തിനാ തന്നേന്ന് ആരെങ്കിലും ഒറ്റ വാക്കി ചോദിച്ചാൽ നമുക്ക് ഒരുപാട് മറുപടി ഉണ്ടെങ്കിലും ഞാൻ ദൈവമക്കളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഒറ്റ വാക്കിന് ഏത് മനുഷ്യനും എവിടെ വെച്ചും ചോദ്യത്തിന് നമ്മുടെ മറുപടി അത് കൃത്യമായി പാലിക്കേണ്ടതിനാണ്. തിരുവചനം കൃത്യമായി പാലിക്കേണ്ടതിന് അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ വിശുദ്ധ ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ ഇത് പ്രാവർത്തികമാക്കണം. ഏത്? തിരുവചന സത്യങ്ങൾ പ്രാവർത്തികമാക്കണം. ഒരു വാക്യം കൂടെ വായിച്ചേ. ഞാൻ വളരെ പ്രധാനപ്പെട്ട എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രസംഗ വിഷയമാണ്. മത്തായി 10:16. ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും അതിലെ ആഴമേറിയ ആ മർമ്മം ഒന്ന് സൂചിപ്പിച്ച് മുന്നോട്ട് പോകാം. മത്തായിയുടെ സുവിശേഷം 10:16. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിക്കുകയും. മതി ഒന്ന് കുറിച്ച് വെക്കണമേ. ദൈവം അനുവദിച്ചാൽ നമുക്ക് ആത്മീയ വിഷയം ഏതെങ്കിലും ഒരു ദിവസം പഠിക്കാം. എങ്കിലും അത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഒന്ന് സൂചിപ്പിച്ചു പോകാം. മത്തായി 10:16. ചെന്നായ്ക്കളുടെ ഇടയിലാണ് ഞാൻ കുഞ്ഞാടുകളെ പോലെ നിങ്ങളെ അയക്കുന്നു, ആടുകളെ പോലെ അയക്കുന്നു. എന്നിട്ട് അവിടെ പറയുന്നത് നിങ്ങൾ പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരാകണം. അത് നമുക്കറിയാം ആ പ്രയോഗത്തിന്റെ അർത്ഥം. പ്രാവ് കളങ്കം ശരീരത്തിൽ പറ്റുവാൻ ആഗ്രഹിക്കാത്ത ഒരു സാധു പക്ഷിയാണ്. കാഴ്ചയിൽ തന്നെ മനോഹരമാണ്. ഇപ്പൊ നമ്മുടെ ജീവിതം ചെളി പറ്റാത്തതായിരിക്കണം. വളരെ ക്ലിയർ. എന്താന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പാപം എന്ന ചെളി നമ്മുടെ ജീവിതത്തിൽ പറ്റാൻ അനുവദിക്കരുത്, പരമാവധി അനുവദിക്കരുത്. അഥവാ ചെളി പറ്റിയാൽ, പ്രാവേൽ നമുക്കറിയാം ഈ പൊടിയും മണ്ണും നിറഞ്ഞ ലോകത്തിലെ പ്രാവാണല്ല, ഏതിനും ചെളി പറ്റും.
നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ നമ്മളിപ്പോ ഈ വൈൽഡ് ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ പുറത്തേക്ക് ഇറങ്ങുകയായി. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കറിയാം നമ്മുടെ ജീവിതത്തില് പിന്നെ കാറ്റുണ്ട്, പൊടിയുണ്ട്, മഴയുണ്ട്, ചെളിയുണ്ട്, എല്ലാം ഉണ്ട്, പറ്റും. നമ്മൾ എന്ത് ചെയ്യും? അത് പിന്നീട് കഴുകിക്കളയും. അപ്പൊ വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ, പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരായി ജീവിക്കണമെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്, എങ്കിലും സാധ്യമാണ്. കർത്താവിന്റെ രക്തത്താൽ അത് കഴുകിക്കളയണം. പാപം നമ്മളിൽ പറ്റുന്നത് മുറുകെ പറ്റി അതിനെ പിടിച്ചു നിർത്തരുത്, പാപത്തിൽ ജീവിക്കരുത്. അതിനെക്കുറിച്ച് പറയുന്നത് റോമാലേഖനം 6-ാം അധ്യായം, ഇപ്പൊ വായിക്കണ്ട, 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തരുത്. അതാണ് അതിന്റെ ശരിയായ ഉപദേശം എന്നാണ് അറിവുള്ളവർ പണ്ഡിതന്മാർ പറയുന്നത്. നമ്മൾ ഒരിക്കലും പാപം ചെയ്യല എന്നല്ല, പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തരുത്, പാപം നിങ്ങളെ ഭരിക്കരുത് എന്നാ കേട്ടോ. അല്ലാതെ നമ്മൾ അവകാശപ്പെടരുത്, ഞാൻ ഒരിക്കലും ഒരു പാപവും ചെയ്തിട്ടില്ല, ഇനി പാപവും ചെയ്യുകയുമില്ല. അങ്ങനെയുള്ള ജീവിതം ഒന്നും മനുഷ്യന് സാധ്യമല്ല. കാരണം നമ്മുടെ ശരീരം രൂപാന്തരം പ്രാപിക്കുന്നത് വരെ നമുക്ക് കോപങ്ങളുണ്ടാവും, ദേഷ്യം വരാറുണ്ട്. നമ്മൾ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ വെറുക്കുന്നതായിട്ട് പെട്ടെന്ന് പിശാച് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരാറുണ്ട്. പലതരത്തിലും നമ്മൾ പാപം ചെയ്തു പോകാറുണ്ട്. ഉടനെ കർത്താവിൽ ആശ്രയിച്ച്, കർത്താവിന്റെ പിന്നെ ആ ബലിയിൽ ആശ്രയിച്ച് നമ്മളെ തന്നെ കഴുകി വെടിപ്പാക്കി മുന്നോട്ട് പോകണം. അതാണ് പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരാകണമെന്ന് പറഞ്ഞത്. ഇനി അടുത്ത പ്രയോഗമാണ് അല്പം ചിന്തിക്കേണ്ടതുള്ളത്. പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും. നിങ്ങൾ കുറിച്ചല്ലോ ആ പ്രയോഗം, അല്ലേ? അവിടെ ഒന്ന് ചെറുതായിട്ട് എഴുതി വെച്ചേരെ, മറ്റേ ഒരു സന്ദർഭത്തിൽ നമുക്ക് വിശദമായി പഠിക്കാം. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരാകണമെന്ന് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ ധാരാളം പ്രസംഗങ്ങൾ കേട്ട് കാണും ഈ വിഷയത്തിൽ. പാമ്പിനെ പോലെ ബുദ്ധി എന്തായിരിക്കും കർത്താവ് ഉദ്ദേശിച്ചത്? നമുക്കൊരു പാമ്പിനെ അറിയാം. ഏദൻ തോട്ടത്തിൽ വന്ന് ഹൗവയെ വഞ്ചിച്ച ഒരു പാമ്പിനെ നമുക്കറിയാം. അപ്പം നമ്മുടെ കർത്താവ് അരുമനാഥനായ നമുക്ക് വേണ്ടി ജീവൻ തന്ന നമ്മുടെ കർത്താവ് പറയുക, നിങ്ങൾ ആ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരാണ്. അങ്ങനെ കർത്താവ് നമ്മോട് പറയുമോ? മറ്റുള്ളവരെ പോയി വഞ്ചിക്കണം, മറ്റുള്ളവരെ ജീവിതത്തിലും വിശുദ്ധ ജീവിതത്തിൽ നിന്ന് അകറ്റണം, മറ്റുള്ളവരെ ദൈവപ്രമാണം പറഞ്ഞതിൽ നിന്നും മാറ്റി നിർത്തണം എന്ന് കർത്താവ് നമ്മോട് പറയുമോ? വഞ്ചകനായ ആ പാമ്പിനെ പോലെ ആകണം എന്ന് പറയുമോ? ഇല്ല. അപ്പൊ എന്തായിരിക്കും കർത്താവ് പറഞ്ഞിട്ടുണ്ടാകുക? പാമ്പാണോ ലോകത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള ജീവി? അല്ല. കാക്കയും ആനയും ഒക്കെ വലിയ ബുദ്ധിയുള്ള ജീവിയാ, പാമ്പിനേക്കാൾ ബുദ്ധിയുള്ള ജീവിയാ. പക്ഷെ പാമ്പിന്റെ ബുദ്ധി എന്താണെന്നറിയാവോ? ഞാൻ മനസ്സിലാക്കിയത് പറയാൻ കേട്ടോ. പണ്ഡിതന്മാർ പല അഭിപ്രായമായിരിക്കും, എങ്കിലും ദൈവം എന്നെ പഠിപ്പിച്ച കാര്യം ഞാൻ പറയാം. നിങ്ങളത് ജസ്റ്റ് 1-2 വാക്കുകൾ അവിടെ സൂചിപ്പിച്ച് വെച്ചാണ്. പാമ്പ് സാധു ജീവിയാണ്. പക്ഷെ ഭൂരിപക്ഷം പാമ്പുകളും അത് അതിന്റെ ശത്രു അല്ലെങ്കിൽ അതിന്റെ വഴിമധ്യേ, അതിപ്പോ ഇര തേടി വഴിയിലോട്ട് ഇങ്ങനെ തലയും വെച്ച് കിടക്കുക എന്ന് വിചാരിച്ചു. അപ്പൊ ഇങ്ങനെ നടന്നു വരുന്ന മറ്റു ജീവികൾ നടന്നു വരുന്ന ശബ്ദം മനസ്സിലാക്കി. പാമ്പിന് ചെവി കേൾക്കത്തില്ലെന്നറിയാലോ, കാലൊച്ച അതിന് കേൾക്കാൻ പറ്റത്തില്ല. ബൈബിളിലുണ്ടല്ലോ, ചെവി അടഞ്ഞ പൊട്ടയണലി എന്നൊക്കെ പറയുന്നു. ചെവി കൂടെയല്ല അത് കേൾക്കുന്നത്, ശരീരത്തിൽ കൂടെയാണ്. ശബ്ദതരംഗങ്ങൾ അതിന്റെ ശരീരത്തിൽ പ്രവേശിച്ചാണ് എന്തോ ഒരു ജീവി നടന്നു വരുന്നുള്ളത് പാമ്പിനറിയാം. പാമ്പ് അപ്പൊ എന്ത് ചെയ്യുന്നറിയാവോ? ഈ ജീവികൾ നടന്നു വരുന്ന വഴിയിൽ നിന്ന് പാമ്പ് ഒഴിഞ്ഞു മാറും. ഈ മൂർഖൻ പാമ്പൊക്കെ പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ പെട്ടുപോയ പത്തി ഉയർത്തി പൊക്കി ഇങ്ങനെ, അത് നമ്മളെ ആക്രമിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. നമ്മൾ നിശ്ചലമായി അല്പസമയം അവിടെ നിന്നാൽ പാമ്പ് പെട്ടെന്ന് സ്ഥലം വിടുന്ന കാണാം. അതായത് അപകടങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കി സ്ഥലം വിടുന്ന ജീവിയുടെ പേരാണ് പാമ്പ്. ഇനി ഒന്ന് ചിന്തിച്ച് ആ രീതി വെച്ചൊന്ന് പറഞ്ഞ് എന്തായിരിക്കും കർത്താവ് ഉദ്ദേശിച്ചത്? കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: നിങ്ങള് പിശാചിന്റെ വഴിയിൽ നിന്നും മാറി നിൽക്ക്, അപകടങ്ങളെ മുൻകൂട്ടി കണ്ട് മാറി നിൽക്ക്, പാപത്തിന്റെ വഴിയിൽ നിന്നും മാറി നിൽക്ക്, പാപം വിട്ട് ഓട്. എത്രയോ വാക്യങ്ങളുള്ള അതിനെക്കുറിച്ച് കേട്ടോ, അത് നമുക്ക് പിന്നീട് പഠിക്കണം. ദുഷ്ടന്മാരുടെ ആലോചന 1-ാം സങ്കീർത്തനം കൂടെ അവിടെ കുറിച്ചു വെച്ചോ, അത് നമുക്ക് പിന്നെ പഠിക്കാം. അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. 1-ാം സങ്കീർത്തനമുണ്ട്, പിന്നെ 1 തിമോഥെയോസ് 6:11 ഉണ്ട്. അവിടെയൊക്കെ പറയുന്നത്, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ അവ വിട്ട് ഓടി. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഒരു വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിനെ കുറിച്ച്. എന്ന് പറഞ്ഞാൽ അപകടങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുക, പാപത്തിന്റെ വഴിത്താരയിൽ നിന്ന് ഒഴിഞ്ഞു മാറണമെന്നാണ് പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരാകാൻ പറഞ്ഞു.
അങ്ങനെ ഒഴിഞ്ഞു മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ തിരുവചനം പഠിക്കണം. ഇത്രയേ ഉള്ളു കാര്യം കേട്ടോ. അപ്പം വിശുദ്ധനാകുവാൻ പ്രാവർത്തികമാക്കുക. അപ്പൊ നമുക്കതൊരു ആത്മീയ വിഷയമായിട്ട് മറ്റു സന്ദർഭത്തിൽ പഠിക്കാം. ഏത്? മത്തായി 10:16. ഓക്കെ. അതിനോടനുബന്ധിച്ച് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എങ്കിലും വിശദമായി മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് അത് പഠിക്കാം. നമുക്ക് കേട്ട് കാണും, അല്ലെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് പറഞ്ഞാൽ എന്താ? ക്രിസ്തുവിൽ വന്നവർക്ക് പ്രാവർത്തികമായി കഴിയുമ്പോൾ പിന്നെ പാവത്തിന്റെ പേരിൽ നമുക്കൊരു ശിക്ഷാവിധിയില്ല. നമ്മൾ കർത്താവിനാൽ വിശ്വസിച്ച് പാവം കഴുകി കളഞ്ഞവര് ആണ്. ഓക്കെ. അപ്പോൾ വിശുദ്ധനാകുവാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇത് പ്രാവർത്തികം ആക്കണം. വിശ്വാസി എന്ന് പറയുന്നത് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വാസി എന്ന് പറയുന്നത് തന്നെ പരിശുദ്ധാത്മാവിനാൽ കൺട്രോൾ ചെയ്യപ്പെടുന്ന വ്യക്തി എന്നാണ് അർത്ഥം. കുറിച്ചിട്ടില്ലേ നിങ്ങളത്? ഇല്ലെങ്കിൽ ഒന്നും കൂടെ കുറിച്ചു. ഹു ഈസ് എ ബിലീവർ എന്ന ചോദ്യത്തിന് മറുപടി. ഹു ഈസ് എ ബിലീവർ? ആരാണ് ഒരു ക്രൈസ്തവ വിശ്വാസി? ആരാണ് ബിബ്ലിക്കലായിട്ട് ഒരു ക്രൈസ്തവ വിശ്വാസി എന്ന ചോദ്യത്തിന് വൺ വേർഡ് ആൻസർ, ഒറ്റ വാക്കിൽ ആൻസർ പറഞ്ഞാൽ റോമർ 8:14. അപ്പം നമ്മുടെ ഈ കോഴ്സൊക്കെ പഠിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ പാഠങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ, നമ്മുടെ മക്കളായാലും യുക്തിവാദികളാണെങ്കിലും അയൽവാസികളാണെങ്കിലും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അധികം ആലോചിച്ച് ഉത്തരം കളയാനോ ആഴമേറിയ തത്വശാസ്ത്രത്തിലേക്ക് പോകാതെ ബിബ്ലിക്കലായിട്ട് ആൻസർ കൊടുക്കാൻ പഠിപ്പിക്കാം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നോട്ട് എഴുതത്തക്ക രൂപത്തിൽ ഈ ക്ലാസ് എടുക്കുന്നതിന്റെ രഹസ്യം അതാണ്. ഒരിക്കലും ഒരു പ്രസംഗമായിട്ട്, നമുക്കറിയാം, കുറച്ചുകൂടെ ആത്മീക വർധന നമുക്ക് വരണമെങ്കിൽ ഇതൊരു വലിയ ഇടിമുഴക്കമുള്ള പ്രസംഗമായിട്ട് പറഞ്ഞാലേ കുറച്ചുകൂടെ നമുക്കൂടെ എപ്പോഴും ആത്മീയ വർധനവിന് വേണ്ടി, അല്ലെങ്കിൽ സ്വോത്രം അല്ലെങ്കിലും ഒക്കെ നമ്മൾ നിരന്തരം ഇങ്ങനെ പറഞ്ഞാണ് സാധാരണ പ്രസംഗങ്ങൾ ചെയ്യുന്നത്. അതിന് പകരം ഇങ്ങനെ ക്ലാസ് ആയിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ആഴമേറി നമ്മുടെ മനസ്സിൽ നിൽക്കണം. വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവും വേണം. അപ്പം ആരാണൊരു വിശ്വാസി എന്ന് ചോദിച്ചാൽ ഒരു സെക്കൻഡ് ഇങ്ങനെ ആലോചിച്ച് പറയണം, റോമർ 8:14 അതിന്റെ ഉത്തരം. എന്താ റോമർ 8:14? വായിച്ചേ. വായിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല, എങ്കിലും ഒന്ന് വായിച്ചേ. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ഹു ഈസ് എ ബിലീവർ? ദൈവത്തിന്റെ മക്കൾ ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ മറുപടി സാധാരണ ആലോചിച്ച് നമ്മൾ പറയും, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവർ. നമ്മൾ പൊതുവിൽ ഒരു നിർവചനം കൊടുക്കുന്ന അങ്ങനെയാ. അത് പക്ഷെ ഒരു ലോകക്കാരന്, സാധാരണക്കാരന് മനസ്സിലാകത്തില്ല. അത് അവന് പിന്നെ രക്ഷ എന്താണെന്ന് വിശദീകരിക്കണം, സ്നാനം എന്തിനാന്ന് വിശദീകരിക്കണം, ഇതൊക്കെ വിശദീകരിക്കണം. അതിന് പകരം ഒരു ബിബ്ലിക്കൽ ആൻസർ ആണ്, വൺ വേർഡ് ആൻസർ ആണ്, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന വ്യക്തി, അതാണ് വിശ്വാസി. ഹു ഈസ് എ ക്രിസ്ത്യൻ ബിലീവർ എന്ന ചോദ്യത്തിന് മറുപടി, വിശ്വസിക്കുന്നയാൾ വിശ്വാസിയെന്നോ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നയാൾ വിശ്വാസി എന്നൊന്നുമല്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നയാള് പിന്മാറിപ്പോയാൽ അയാൾ വിശ്വാസിയാവുന്നില്ല. പിന്നെ പകരം എന്താ? വൺ ഹു ഈസ് കൺട്രോൾഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന വ്യക്തിക്ക് പറയുന്ന പേരാണ് വിശ്വാസി. ഓക്കെ. അപ്പം ഇതെല്ലാം പ്രാവർത്തികമാക്കുവാൻ വേണ്ടി എന്ത് ചെയ്തോണം? വിശുദ്ധനാകുവാൻ വേണ്ടി നമ്മൾ ഇതെല്ലാം പ്രാവർത്തികമാക്കണം. വിശുദ്ധനാകുവാൻ വേണ്ടി പ്രാവർത്തികമാക്കണം. അത് നമ്മൾ രണ്ടാമത്തെ പോയിന്റിലാണ് ഇതൊക്കെ പഠിക്കുന്നത് കേട്ടോ. അടുത്തത് അല്ല, നമ്മൾ എത്ര? 1 ജ്ഞാനിയാകുവാൻ വായിക്കുക, 2 സുരക്ഷിതനാകാൻ വിശ്വസിക്കുക, 3 വിശുദ്ധനാകുവാൻ പ്രാവർത്തികമാക്കുക. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് ആണ് വിശുദ്ധനാകുവാൻ പ്രാവർത്തികമാക്കുക. ഇനി 4, അതിൽ തന്നെ 4. ഇതൊരു സത്യാന്വേഷിയുടെ മാപ്പാണ്. അന്വേഷിയുടെ മാപ്പ്, റൂട്ട് മാപ്പാണ് ബൈബിൾ. സത്യം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയുടെ, നമുക്കറിയാം, ഇപ്പോഴെല്ലാം നമ്മൾ അയച്ചു കൊടുക്കും, മാപ്പ് അയച്ചു കൊടുക്കും, ലൊക്കേഷൻ അയച്ചു കൊടുക്കും, എന്നിട്ട് അത് വെച്ചാൽ നമ്മൾ സഞ്ചരിക്കും. നമുക്കറിയാമല്ലോ. സത്യം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയുടെ മാപ്പാണ്, അല്ലെങ്കിൽ റൂട്ട് മാപ്പാണ് ബൈബിൾ.
ഇനി അതിന്റെ ഒരു വിശദീകരണം 2 മിനിറ്റ് കൊണ്ട് പറയാം. എല്ലാ അന്വേഷണങ്ങളുടെയും അവസാനം ചെന്നെത്തുന്നത്, സത്യമായിട്ടാണ് ഒരു മനുഷ്യൻ അന്വേഷണം ആരംഭിക്കുന്നതെങ്കിൽ എല്ലാ അന്വേഷണവും ചെന്ന് എത്തി നിൽക്കുന്നത് കർത്താവിന്റെ പാദപീഠത്തിങ്കലാണ്. കൊച്ചുങ്ങൾ ഒളിച്ചു കളിക്കുമല്ലോ, സാധനങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒളിച്ചു വെച്ചിട്ട് കണ്ടെത്തുവാൻ വേണ്ടി. എന്നിട്ട് ആരോ മാർക്കൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ചിട്ട് ആരോ മാർക്കിന്റെ പുറകെ ഇങ്ങനെ പോയി ഇപ്പൊ ഏതെങ്കിലും ഒരു മരത്തിന്റെ പുറകിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിധി അല്ലെങ്കിൽ ആ സമ്മാനം എടുക്കുന്നത് പോലെ ഒരു സത്യാന്വേഷി അന്വേഷിച്ച് ചെന്നാൽ, ചിലരെല്ലാം നമുക്കറിയാം അന്വേഷിച്ച് എന്നിട്ട് സന്യാസിമാരാകാറുണ്ട്. തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാം ഉപേക്ഷിച്ച്, എല്ലാ ഭൗതിക സുഖങ്ങളും ഉപേക്ഷിച്ച് സന്യാസിമാരാകുന്നവര്, ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യുന്നവര്, ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്ത് മരിച്ചു വീഴുന്നവര്, ആഹാരം കഴിക്കാതെ ജീവിക്കുന്നവര്, വസ്ത്രം ധരിക്കാതെ ജീവിക്കുന്നവര് ഒക്കെ അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമാണ്. അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആ അന്വേഷണം പിന്നെയും തുടരുകയാണെങ്കിൽ, എല്ലാ അന്വേഷണവും തുടരുകയാണെങ്കിൽ, അന്വേഷിച്ച് ചിലര് നക്സൽബാരി മാർഗം, അതായത് സമത്വം ഉണ്ടാകണമെങ്കിൽ ഇവിടുത്തെ പണക്കാരനെയും സമ്പന്നരെയും എല്ലാം നശിപ്പിച്ച് സമത്വം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അതാണ് മാവോയിസ്റ്റുകള്, നക്സൽബാരികളൊക്കെ. ഞാൻ എൻ്റെ യൗവനകാലത്തില് അതിൽ ആകർഷണനായി പോയ വ്യക്തിയാണ്. കൃപയാൽ ദൈവം എന്നെ പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നതാ. എൻ്റെ അന്നത്തെ ആരാധകരെന്ന് പറഞ്ഞാൽ, ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ ആരാധക വൃന്ദം എന്ന് പറയുന്നത് നക്സൽബാരി വർഗീസും അവരുടെയൊക്കെ കഥകൾ പത്രത്തിൽ വായിച്ച് ഞാൻ രോമാഞ്ചം കൊള്ളാറുണ്ടായിരുന്നു. കുന്നിക്കൽ നാരായണൻ, മന്ദാകിനി, അജിത എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് പോലീസുകാരനെ വെട്ടിക്കൊന്ന് ആ ചോര കൊണ്ട് കൈപ്പത്തി ചോരയിൽ മുക്കി പോലീസ് സ്റ്റേഷന്റെ ഭിത്തിയിൽ 19 വയസ്സുള്ള പെൺകുട്ടി ആ ചോരയിൽ കൈപ്പത്തി മുക്കി പോലീസ് സ്റ്റേഷന്റെ ഭിത്തിയിൽ ഒട്ടിച്ചവളാണ് ഈ അജിത എന്ന് പറയുന്ന പെൺകുട്ടി. അവളാണെന്ന്, അന്നത്തെ ആ പെൺകുട്ടി അവൾ മാത്രമാണെന്ന് ജീവിച്ചിരിക്കുന്ന ആ കൂട്ടത്തിൽ എന്നാണ് എൻ്റെ ഓർമ്മ. അജിത ഇന്ന് ഒരു സാമൂഹിക പരിഷ്കർത്താവായി നമ്മുടെ സാമൂഹിക മണ്ഡലത്തിലുണ്ട്. താൻ പിന്തുടർന്ന മാർഗം തെറ്റാണെന്ന് ആ പാവശ്രീ മനസ്സിലാക്കി തിരിച്ചു വന്നു. പക്ഷെ വിശ്വാസിയൊന്നും ആയിട്ടില്ല. പക്ഷെ നമ്മുടെ വെള്ളത്തുള്ള സ്റ്റീഫൻ, ഞാൻ ചിന്തിച്ചതുപോലെ തന്നെ മാവോയിസ്റ്റ് ചിന്താഗതിയാണ് ലോകത്തെ മാറ്റാനുള്ള നല്ല മാർഗമെന്ന് വിശ്വസിച്ച് വിപ്ലവ മാർഗം തിരഞ്ഞെടുത്ത വ്യക്തിയാണ് വെള്ളത്തോൽ സ്റ്റീഫൻ. കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹവും പിന്നീട് ക്രിസ്തു മാർഗമാണ് ശരിയായ മാർഗം, ആളുകളെ മാറ്റാൻ പറ്റുന്ന മാർഗം ഈ ക്രിസ്തുമാർഗമാണെന്ന് അദ്ദേഹവും ഒടുവില് സമ്മതിച്ചു. അങ്ങനെ ഈ ഉള്ളവൻ എല്ലാ തത്വചിന്തയും പഠിച്ചതുകൊണ്ടോ എല്ലാ മാർഗത്തെക്കുറിച്ചും അന്വേഷിച്ചതുകൊണ്ടൊന്നും അല്ല കർത്താവ് എന്നെ ഇങ്ങോട്ട് തേടി വന്നതാണ് കേട്ടോ. അല്ലാതെ ഞാൻ കമ്മ്യൂണിസം ഞാൻ വെറും 10ാം ക്ലാസ്സുകാരനായിരുന്നു അന്ന്. വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പ് വിവിധ ജോലികളൊക്കെ ചെയ്ത് ജീവിച്ച, നക്സൽബാരി ചിന്തകള് ആശയം തലയ്ക്ക് പിടിച്ച വെറും ഒരു 10ാം ക്ലാസ്സുകാരനായിരുന്നു ഞാൻ. അപ്പോൾ കർത്താവിനെ പിടിച്ചതിന് ശേഷമാണ്, കർത്താവിന്റെ മാർഗത്തിലേക്ക് വന്നതിന് ശേഷമാണ് കർത്താവ് എനിക്ക് ആത്മീയവും ഭൗതികവുമായ വിദ്യാഭ്യാസവും ഒക്കെ തന്നത്. ക്രിസ്ത്യൻ മിഷണറിമാരാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ സാക്ഷ്യം പറയാനുള്ള സമയം കിട്ടിയാൽ ഞാനത് പറയാം. അവരാണ് എന്നെ പഠിപ്പിച്ചത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലൊക്കെ എന്നെ പഠിപ്പിച്ചത് അവരാണ്. അപ്പോ എല്ലാ അന്വേഷണത്തിന്റെയും ഒടുവിൽ ചെന്നെത്തി നിൽക്കുന്നത്, അപ്പോ യുക്തിവാദികളായാലും നിരീശ്വരവാദികളായാലും നമ്മുടെ അടുത്ത് തർക്കിക്കാനും വാദിക്കാനും ഒക്കെ വരുമ്പോൾ അവരോട് കർത്താവ് പഠിപ്പിച്ച ഈ പുതിയ നിയമത്തിലെ അതെല്ലാം അവരുടെ മുമ്പിൽ നമ്മൾ വെക്കണം. ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു മാർഗം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ അതിൽ വിശ്വസിക്കാം. ധൈര്യപൂർവ്വം പറഞ്ഞു. കർത്താവ് പഠിപ്പിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ചിന്താധാര ഭൂമിയിൽ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്നതിൽ വിശ്വസിക്കാമെന്ന് ധൈര്യമായിട്ട് നമുക്ക് പറയാം. കാരണം ഇത് സഞ്ചാരിയുടെ മാപ്പാണ്, റൂട്ട് മാപ്പാണ്. 5, ഇത് തീർത്ഥാടകന്റെ വടിയാണ്, തീർത്ഥാടകന്റെ ഊന്നുവടിയാണ്. നമ്മളെല്ലാം ജീവിതത്തിൽ ഒരു വലിയ തീർത്ഥയാത്രയിലാണ് അല്ലേ? മറ്റു പലരും അലഞ്ഞു തിരിയുമ്പോൾ നമ്മൾ വലിയ കൃത്യമായ ലക്ഷ്യബോധത്തോടെയുള്ള ഒരു തീർത്ഥയാത്ര, ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. ഒരു പരമമായ ലക്ഷ്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. അങ്ങനെ യാത്രയിൽ നമ്മൾ നമ്മൾ തടഞ്ഞു വീഴാതെ, തട്ടി വീഴാതെ, കാലിടറാതെ, നമുക്കറിയാം പ്രായമായവർ, ശരീരത്തിന് ബലഹീനരായവർ, ശരീരത്തിന് ബലം കുറഞ്ഞവര് കുത്തിപ്പിടിക്കുന്ന വടി, കയറ്റം കയറുമ്പോൾ അവർക്കൊരു താങ്ങു വേണം. താങ്ങി പിടിച്ചാണ് കയറ്റം കയറുമ്പോൾ പ്രായമായവരും ശരീരത്തിൽ ബലം കുറഞ്ഞവരും അസ്ഥിക്ക് ബലം കുറഞ്ഞവരും ഒക്കെ പിടിച്ച് കുത്തിപ്പിടിച്ചൊക്കെയാണ് കയറുന്നത്. അങ്ങനെ നമ്മുടെ ഈ ലോക ജീവിതത്തിലെ
ആ തീർത്ഥയാത്രയിൽ നമ്മൾ കുത്തിപ്പിടിക്കുവാൻ ഉപയോഗിക്കുന്ന വടിയാണ് നമ്മുടെ തിരുവചനം. നമ്മുടെ തിരുവചനം. അത് നമ്മൾ തളർന്നു പോകാതെ, തകർന്നു പോകാതെ, നമ്മൾ വീണു പോകാതെ, വേച്ചു പോകാതെ, ജീവിതയാത്രയിൽ വേച്ചു പോകാതെ ഇരിക്കണമെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന ഊന്നുവടി പോലെ നമ്മുടെ തിരുവചനം നമ്മൾ കൂടെ കൊണ്ടുനടക്കണം. അതിലെ ആഴമേറിയ സത്യങ്ങൾ, നമ്മളെ ആശ്വസിപ്പിക്കുന്ന, ബലപ്പെടുത്തുന്ന സത്യങ്ങൾ നമ്മോട് ചേർന്ന് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങോട്ട് പറയും. കണ്ണാടി നോക്കുന്നത് പോലെ തിരുവചനങ്ങൾ നമ്മളെ മുഖാമുഖം നമ്മളെ ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തി കൂടെ പ്രാണസഖിയായി തിരുവചന സത്യങ്ങൾ നമ്മുടെ ജീവിതയാത്രയിലൂടെ നീളം വേണം. ഊന്നുവടി പോലെ എപ്പോഴും നമ്മുടെ ബൈബിൾ എപ്പോഴും കൈ കൊണ്ടുനടക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ കൊണ്ടുനടക്കുന്നതിനും തെറ്റില്ല. പ്രത്യേകിച്ച് സുവിശേഷ വേലക്കാരൊക്കെ കൈ കൊണ്ടുനടക്കുന്നുണ്ടല്ലോ. അത് ഹൃദയത്തിൽ കൊണ്ടുനടക്കണമെന്ന് ഞാൻ പറയുന്നത്. ഈ ആഴമേറിയ സത്യങ്ങൾ, ഇപ്പൊ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ആഴമേറിയ സത്യങ്ങൾ. ആ കൂട്ടത്തിൽ ഒരു വാക്യം കൂടെ കുറിച്ചു. ഊന്നുവടി എന്നുള്ളത് ഒരു വാക്യം കുറിച്ചു. 1 യോഹന്നാൻ 4:4 വായിച്ചേ. 1 യോഹന്നാൻ 4:4. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. അതാണോ കുഞ്ഞുങ്ങളെ? 1 യോഹന്നാൻ 4:4. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനല്ലോ. യുവജന മീറ്റിങ്ങുകളിൽ ക്ലാസ് എല്ലാം കഴിഞ്ഞ് അവസാനം അവരെല്ലാം എഴുന്നേറ്റ് നിന്ന് ഒരു പ്രതിജ്ഞ എടുപ്പിക്കാറുണ്ട്. ഞാൻ കൈ നീട്ടി പിടിച്ച്, നമുക്കറിയാലോ, നമ്മുടെ രാജ്യത്തിന് വേണ്ടി പലപ്പോഴും നമ്മൾ പ്രതിജ്ഞ എടുക്കുന്ന പോലെ യുവജനങ്ങളെ എഴുന്നേൽപ്പിച്ച് നിർത്തി കൈ നീട്ടിപ്പിടിച്ച് ഒരു പ്രതിജ്ഞ എടുപ്പിക്കാറുണ്ട്. ആ പ്രതിജ്ഞ എങ്ങനെയാണ്? നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനല്ലോ എന്നുള്ളത് ഞാൻ ആ വാക്ക് ഇങ്ങനെ പറയാറുണ്ട്. എന്നിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനല്ലോ എന്ന് പറഞ്ഞ ആരാ? എന്നിലുള്ള ദൈവം തമ്പുരാൻ, പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന്റെ ആത്മാവ് എന്നിലുള്ളപ്പോഴാണല്ലോ നമ്മൾ വിശ്വാസി എന്ന് പറയുന്നത്. അപ്പോ എന്നിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ, ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. എന്നിലുള്ളവൻ, അത് ദൈവം തമ്പുരാന്റെ ആത്മാവ്. ലോകത്തിലുള്ളവൻ ആണ് ആരാ? പിശാച്. ഇപ്പം എന്നിലുള്ള കർത്താവ് ലോകത്തുള്ള പിശാചിനേക്കാൾ വലിയവനല്ലോ. ആ വിശ്വാസം, അതാണ് നമ്മുടെ ഊന്നുവടി കേട്ടോ. നമ്മളൊരു പാറയിൽ കുത്തി അടുത്ത സ്റ്റെപ്പ് കയറുമ്പോ, ഒരു മാരക രോഗത്തിന്റെ സിമ്പൽ നമ്മുടെ ശരീരത്തിലുണ്ട്, ഒരു ക്യാൻസറിന്റെ ആരംഭം കണ്ട് നമ്മുടെ മെഡിക്കൽ റിപ്പോർട്ട് കണ്ട് ഞെട്ടി വറച്ച് എന്റെ കുഞ്ഞിനി ആരുണ്ട്, അയ്യോ ജോലി തീർന്നു, ആരോഗ്യം തീർന്നു, അതല്ല. കൈ കുത്തിപ്പിടിച്ചിരിക്കുന്ന വടിയേതാ? എന്നിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ്. ആ വലിയൊരു പ്രത്യാശവും ബലവും ഇങ്ങനെ കൂടെ കൊണ്ടെടുക്കുക. അതാണ് ഊന്നുവടിയാണ് സഞ്ചാരിയുടെ, തീർത്ഥാടകന്റെ ഊന്നുവടിയാണ് നമ്മുടെ തിരുവചനം. ഓക്കെ, നമ്മൾ പറഞ്ഞത് 5 അല്ലേ? ഇനി അടുത്ത 6. പൈലറ്റിന്റെ ദിക്ക് നോക്കിയാണ്. പൈലറ്റിന്റെ ദിക്ക് നോക്കുന്ന യന്ത്രം, അതിന് വേറൊരു പേരുണ്ടല്ലോ, വടക്ക് നോക്കി യന്ത്രമെന്നോ എന്ത് വേണമെങ്കിലും പറയാം. പൈലറ്റിന്റെ ദിക്ക് നോക്കിയാണ്. ദിശ അറിയുവാനുള്ള ഉപകരണമാണ് പൈലറ്റ്. ഇതൊക്കെ ആലങ്കാരിക പ്രയോഗമാണ്. ഒരു പൈലറ്റിന് തെക്കേത്, വടക്കേത്, കിഴക്കേത് നമുക്കറിയാം. കലങ്ങി മറയുന്ന ഒരു സമുദ്രത്തിലേക്ക് യാത്ര ചെയ്ത, സമുദ്രത്തിലൊന്നും ഞാൻ ഇതുവരെയും പോയിട്ടില്ല, പക്ഷെ എല്ലാവരും പറയും, നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ, ഉൾക്കടലിലേക്ക് ഒരു അല്പം അങ്ങ് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടുന്നാ വന്നെന്ന് പോലും നമുക്ക് മനസ്സിലാകത്തില്ല. നമുക്ക് വടക്കേത്, തെക്കേത്, കിഴക്കേതെന്നൊന്നും മനസ്സിലാകത്തില്ല. സൂര്യൻ ഉദിച്ചു വരുമ്പോൾ അറിയാം അത് കിഴക്കാന്നറിയാം. പക്ഷെ കുറെ കഴിഞ്ഞ് സൂര്യൻ തലയ്ക്ക് മുകളിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ എവിടുന്നാ വന്നതെന്നോ എങ്ങോട്ടാ ഇനി പോകണ്ടെന്നോ തോണിയിലുള്ളവർക്ക്, ബോട്ടിലുള്ളവർക്ക് ഒരിക്കലും അറിയത്തില്ല. പിന്നെ അവരെങ്ങനെയാ തിരിച്ച് കരയിലേക്ക് വരുന്നേ? അവരുടെ കയ്യിലുണ്ട് ഈ വടക്ക് നോക്കി യന്ത്രം, കയ്യിലുണ്ട്. അവർക്കറിയാം എവിടുന്നാ വന്നേന്ന്. കപ്പലൊക്കെ ഉൾക്കൊണ്ട് പോയാൽ ദിശയുണ്ട്, ദിശ സൂചിപ്പിക്കുന്നതുണ്ട്. എന്തിനേറെ നമ്മുടെ കരയിലുള്ള യാത്രയിൽ പോലും നമുക്ക് വഴി അറിയാത്ത ദേശത്തൂടെ പോകുമ്പോൾ വഴി എഴുതി വെച്ച പ്രകാരമല്ലേ നമ്മൾ പോകുന്നത്. അങ്ങനെ ഒരു സഞ്ചാരിയുടെ ദിക്ക് നോക്കി യന്ത്രമാണ്, ദിശ കാണിക്കുന്ന യന്ത്രമാണ്
ദിശ കാണിക്കുന്ന മാർഗമാണ്, അല്ലെങ്കിൽ ദിശ കാണിക്കുന്ന സംവിധാനമാണ് ബൈബിൾ. ബൈബിൾ പൈലറ്റിന്റെ ദിക്ക് നോക്കി യന്ത്രമാണ് ബൈബിൾ. 6. ഇനി 7, ഇതൊരു പടയാളിയുടെ വാളാണ്. പടയാളിയുടെ വാള്. വചനം എന്ന വാള് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, കാരണം നമ്മൾ ധാരാളം അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അത് നല്ലൊരു ആത്മീയ പഠന വിഷയമാണ്. ഹു ഈസ് എ സോൾജിയർ? പടയാളി എന്ന് പറഞ്ഞാൽ എന്താ? അതൊക്കെ നമ്മുടെ പഠനത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ നമുക്ക് ഈ വിഷയങ്ങൾ പഠിക്കാൻ കിട്ടും. ഇതെല്ലാം വിശദമായി നമ്മൾ നമ്മുടെ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹു ഈസ് എ സോൾജിയർ? അപ്പം ഒരു പടയാളി എന്നുള്ള 7, പടയാളി എന്ന വാക്കിൽ സോൾജിയർ എന്ന ആ വാക്കിൻ്റെ അകത്ത് there are 7 letters. ഓരോന്നിനെ സൂചിപ്പിക്കുന്നതാ സോൾജിയർ, പടയാളി. എസ് ഫോർ സെർവന്റ് ഓഫ് ദ കിങ്, രാജാവിന്റെ സേവകൻ. എസ്. അങ്ങനെ 7 ലെറ്ററിനും ഓരോ പ്രയോഗങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് വിശദമായി കോഴ്സ് പഠിക്കാം. നിങ്ങൾ താല്പര്യമുള്ളവര്, ഞാൻ പറഞ്ഞല്ലോ 1 year കോഴ്സ് നമ്മൾ ഈ മെയ് മാസം ലാസ്റ്റ് വീക്കിൽ നമ്മുടെ ഓൺലൈൻ കൗൺസിലിംഗ് ക്ലാസ് ആരംഭിക്കും. ഈ കാര്യങ്ങളെല്ലാം വിശദമായൊരു പഠനം നമ്മൾ 40 ക്ലാസ്സുകളിലായിട്ട് അതിൽ ചെയ്യും. അപ്പൊ നിങ്ങൾ താല്പര്യമുള്ളവർ ഒന്ന് എനിക്ക് ഒരു ഹായ് ഇട്ടാൽ ഞാൻ നിങ്ങളുടെ വാട്സപ്പിലേക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം അങ്ങോട്ട് അയച്ചു തരും. നിങ്ങളത് പ്രിന്റ് ഔട്ട് എടുത്ത് ഫില്ല് ചെയ്ത് എനിക്ക് തിരിച്ച് അയച്ചു തരണമേ എന്ന കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇപ്പൊ അത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. കഴിയുമെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ ആ ഫോം ഒന്ന് പൂരിപ്പിച്ച് തരണമേ എന്ന കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. അതിന് പ്രത്യേക ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാ തിങ്കളാഴ്ചയും വൈകിട്ട് 8:30 മുതൽ 9:30 വരെ. അത് മാത്രമേ ഉള്ളൂ. ഇൻ കേസ് ഒരു ദിവസം നിങ്ങൾക്ക് ജോലി സംബന്ധമോ പ്രയാസകരമായ എന്തെങ്കിലും സാഹചര്യം വന്നാൽ ഒരു ദിവസം ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല എങ്കിൽ അതിന്റെ ആവശ്യപ്പെടുന്നവർക്ക് മാത്രം അതിന്റെ ഓഡിയോ റെക്കോർഡ് ചെയ്തത് പിന്നീട് അയച്ചു കൊടുക്കുന്നതാണ്. അപ്പം ഞാൻ മാത്രമല്ല, വളരെ പണ്ഡിതരായ ആളുകൾ, ശ്രേഷ്ഠരായ എന്ന് പറഞ്ഞാൽ മനഃശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും ഉയർന്ന പഠനമുള്ള ദൈവദാസന്മാര്, ആ കോഴ്സ് പഠിപ്പിക്കുന്ന അധ്യാപകരിൽ ഡോക്ടറേറ്റ് ബിരുദമില്ല ഇല്ലാത്തത് ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കി പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകർക്കും ഡോക്ടറേറ്റ് ബിരുദമുള്ളവരാണ്. ഡോക്ടറേറ്റ് ബിരുദം എന്ന് പറഞ്ഞാൽ ചുമ്മാ ഡോക്ടറേറ്റ് അല്ല, ചുമ്മാ ഇങ്ങനെ കാശ് കൊടുത്ത് സായിപ്പ് തരുന്ന ഡോക്ടറേറ്റ് അല്ല. പഠിച്ചെടുത്ത 5 വർഷം പഠിച്ച് ഡോക്ടറേറ്റ് വാങ്ങിയ ആളുകളെ പഠിപ്പിക്കുന്ന ആ കോഴ്സിൽ ചേരാൻ എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞത്, അപ്പൊ കഴിയുമെങ്കിൽ ഇന്നത്തെ ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇന്നോ അല്ലെങ്കിൽ നാളെയോ നിങ്ങൾ ഒരു ഹായ് ഇട്ടാൽ ഞാൻ നിങ്ങളുടെ വാട്സപ്പിലേക്ക് ആപ്ലിക്കേഷൻ ഫോം അയച്ചു തരാം. നമ്മൾ പറഞ്ഞത് 7 പടയാളിയുടെ വാളാണ്. തിരുവചനം പഠിക്കാതെ നമുക്ക് യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല. പഠനം എന്ന് പറയുന്നത് സന്ധ്യാസമയത്ത്, നമ്മുടെ പ്രാർത്ഥനാ സമയത്ത് നമ്മൾ ഒന്ന് വായിക്കുന്ന പോലെയല്ല. ഒരു പുതിയ നിയമഭാഗം വായിക്കും. ഞങ്ങളൊക്കെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരു പുതിയ നിയമം വായിക്കുന്നു, ഒരു സങ്കീർത്തന ഭാഗം വായിക്കുന്നു, ഒരാൾ ധൃതി വെച്ചങ്ങ് പ്രാർത്ഥിക്കുന്നു. ഇതാണ് സാധാഗതി നമ്മുടെയൊക്കെ വീടുകളിൽ പലപ്പോഴും സംഭവിക്കുന്നത്. അതിനുപോലും സമയം കിട്ടാത്തവരുണ്ട് നമ്മുടെ ഇടയിൽ. അതിനുപോലും കിട്ടത്തില്ല. രസകരമായൊരു കാര്യം പറയാൻ കേട്ടോ. നമ്മൾ സങ്കീർത്തനമുള്ള എല്ലാ പ്രാവശ്യവും വായിച്ചിരിക്കുന്ന മിക്കവാറും. എന്നിട്ട് അന്ന് രാത്രി ഭാര്യയും ഭർത്താവും കൂടെ ഇന്നലെ എത്രയാ വായിച്ചേ? ഇന്നലെ 121 അല്ലടി 122. അപ്പൊ മകൻ പറയും അതൊന്നുമല്ല, വേറെയാ വായി. കാരണം തൊട്ട് തലേ രാത്രി വായിച്ച സങ്കീർത്തനം പോലും നമുക്ക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അപ്പോഴും നമ്മുടെ മനസ്സ് വേറെ എവിടെ ലോകപാരമായ കാര്യങ്ങളിൽ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ പോകുന്നതുകൊണ്ട് തൊട്ട് തലേന്ന് രാത്രി വായിച്ച സങ്കീർത്തനം പോലും നമ്മൾ മറന്നു പോകുന്നു. നമ്മുടെ ഒരു യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ പോരാ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇത് പഠിക്കാൻ വേണ്ടി ഒരു അല്പസമയം മാറ്റി വെക്കണേ. ഞാൻ ഓർക്കാണ്, നിങ്ങളൊക്കെ വിവിധ ജോലിയിലായിരിക്കുന്നവരും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലായിരിക്കുന്നവരും ഇത് പഠിക്കാൻ, ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് ഞായറാഴ്ച ഇത് പഠിക്കാൻ വേണ്ടി വന്ന ആ മനസ്സ് ഞാൻ അഭിനന്ദിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കാരണം അടുക്കളയിൽ ഏറ്റവും അത്യാവശ്യമായി ജോലി ചെയ്യേണ്ട സമയം, ഇന്ത്യൻ സമയമൊക്കെ ആണെങ്കിൽ വളരെ അത്യാവശ്യമായി ജോലി ചെയ്യേണ്ട സമയത്താണ് നമ്മളിവിടെ വന്ന് പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. അപ്പൊ എനിക്കിപ്പോ ഇത് പറയുന്നതിന് ആരും ബുദ്ധിമുട്ടില്ല, കാരണം എൻ്റെ ഭാര്യ അടുക്കളയിൽ ഓൾറെഡി കയറി കഴിഞ്ഞു. അതുപോലെ നിങ്ങൾ സഹോദരിമാരാണ് ഇതിൽ കൂടുതൽ ഞാൻ കാണുന്നത്. അവരൊക്കെ വളരെ ധൃതി വെച്ച് ജോലി ചെയ്യേണ്ട നിങ്ങൾ ഇത് പഠിക്കാൻ വേണ്ടി ഒരു അല്പസമയം മെനക്കിടുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും ഒരു നഷ്ടമല്ല. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറിച്ചു വെച്ച് മാത്രമല്ല കേട്ടോ, ഇന്ന് ആരാധന കഴിഞ്ഞ് മടങ്ങി വന്ന് നിങ്ങൾ അതെടുത്തൊന്ന് ധ്യാനിക്കുകയും ചെയ്യണേ. ഞാൻ അതിന്റെ വേർഡ്സ് മാത്രം പറഞ്ഞു പോകുന്നല്ലോ. സ്കെൽറ്റൻ എന്ന് അതിന് പറയാം. അതിന്റെ ഒരു ഔട്ട്ലൈൻ മാത്രമേ പറയുന്നുള്ളല്ലോ.
അതെടുത്ത് വെച്ചൊന്ന് ധ്യാനിച്ച് ഒരു പ്രസംഗവും തയ്യാറാക്കണം. സഹോദരിമാരുടെ പ്രത്യേകം പറയുകയാണ്, ആ 1 യോഹന്നാൻ 4:4 നല്ലൊരു മെസ്സേജ് സഹോദരിമാർക്ക് കൊടുക്കണേ. അവരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി വേളയിൽ നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ്, അതുകൊണ്ട് പേടിക്കണ്ട എന്നുള്ള ഒരു മെസ്സേജ് ഈ പറഞ്ഞ എല്ലാ വാക്യങ്ങളും വെച്ച് എൻ്റെ പ്രിയ സഹോദരന്മാര് തിരുവചന സത്യങ്ങൾ പഠിപ്പിക്കണമേ എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ ഇത് പടയാളിയുടെ വാളാണ്. ഏത്? നമ്മുടെ കയ്യിലിരിക്കുന്ന തിരുവചനം. 8, ഇത് ഹൃദയത്തെ ഭരിക്കട്ടെ. ഇത് ഹൃദയത്തെ ഭരിക്കുന്ന ഭരണകർത്താവാണ്, ഹൃദയത്തെ ഭരിക്കുന്ന ഭരണഘടനയാണ്. നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്ന ഭരണഘടനയാണ്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളത് ഭരണഘടന സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യം എങ്ങനെ ഭരിക്കപ്പെടണമെന്ന് നിശ്ചയിക്കുന്ന പ്രമാണത്തിന്റെ പേരാണ് ഭരണഘടന. ഒരു രാജ്യം എങ്ങനെ ഭരിക്കപ്പെടണം, അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു രാജ്യം എങ്ങനെ ഭരിക്കപ്പെടണം, അതിന്റെ പേരാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോ നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ എന്താ? ഒരു വിശ്വാസി എങ്ങനെ ജീവിക്കണം എന്ന് നിശ്ചയിക്കുന്ന ഭരണഘടനയാണ്, വിശ്വാസിയുടെ ഭരണഘടനയാണ്. വിശ്വാസി എങ്ങനെ ജീവിക്കണം എന്ന് നിശ്ചയിക്കുന്നതാണ് നമ്മുടെ ബൈബിൾ. അത് നമ്മളെ ഭരിക്കട്ടെ. അതിനാണ് റോമർ 8:14 നമ്മളെ പഠിച്ചത്. 9, ഇത് നമ്മുടെ കാലുകളെ നീതിയിലേക്കും വിശുദ്ധിയിലേക്കും നയിക്കും. ഏത്? തിരുവചനം. നമ്മുടെ കാലുകളെ നീതിയിലേക്കും വിശുദ്ധിയിലേക്കും നയിക്കും, അല്ലെങ്കിൽ നയിക്കണം. അതാണ് പറയുന്നത്. കാലിന് അല്ലെ പാതയ്ക്ക് പ്രകാശം കാലേ. അപ്പം നമ്മുടെ കാലിൽ ഒരു വിളക്ക് ഘടിപ്പിച്ച പോലെയാ. നമ്മൾ സഞ്ചരിക്കുന്ന നമ്മുടെ കാലിൽ ഒരു ടോർച്ച് ഫിറ്റ് ചെയ്ത പോലെയാണ് തിരുവചനം. പാതയ്ക്ക് പ്രകാശമാണ് പറഞ്ഞ് നമ്മൾ 9ാമത്തെ കാര്യം. ഇനി 10, ഇതൊരു ജയാളിയുടെ ചരിത്രമാണ്. അതും ഒരു നല്ല ആത്മീയ വിഷയ കേട്ടോ, പ്രസംഗ വിഷയമാണ്. ഒരു ജയാളിയുടെ ചരിത്രമാണ്. അതിന്റെ വാക്യം എഴുതിക്കോ. കൊലോസ്യർ 2:15. കൊലോസ്യർ 2:15 ഒന്ന് വായിച്ച്. അധികാരങ്ങളെയും വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വായിപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി. ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കണേ. കുരിശിൽ പിശാചിനെ ആയുധവർഗം വെപ്പിച്ചു. നമുക്കെല്ലാവരും അറിയാവുന്ന കാര്യമാണ്. കർത്താവിന്റെ കുരിശുമരണത്തോടുകൂടി പിശാചിനെ പരാജയപ്പെടുത്തി, ഇല്ലാതാക്കിയെന്നല്ല, പിശാചിനെ പരാജയപ്പെടുത്തി. ആ പരാജയപ്പെടുത്തിയോണ്ടാണ് നമ്മൾ യോഹന്നാൻ 1:4 പറഞ്ഞത്, എന്നിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനല്ലോ എന്ന് പറഞ്ഞ ഒരു വിശ്വാസി എന്ന് പറയുന്നത് പിശാചിനേക്കാൾ ശക്തനാണ്. ഓർത്തിരുന്നു, പിശാച് നമ്മളെ സ്വാധീനിക്കും, പക്ഷെ ഭരണം നടത്താൻ പറ്റത്തില്ല. പിശാച് ഒരിക്കലും ഒരു വിശ്വാസിയിൽ ഭരണം നടത്തുകയില്ല. പിശാചിന് ദൈവത്തിന്റെ ആത്മാവിൽ ശരണപ്പെടുന്ന ഒരു വിശ്വാസിയുടെ മേൽ പിശാചിന് സമ്പൂർണ്ണ വിജയം ഇല്ല. കാരണം കുരിശിൽ ദൈവം തമ്പുരാൻ പിശാചിനെ പരാജയപ്പെടുത്തി. ആ കർത്താവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പം ജയാളിയുടെ ചരിത്രമാണ്. ആരായി ജയാളി? അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഒരു വലിയ ജയാളിയുടെ, ഒരു വലിയ യുദ്ധവീരന്റെ ചരിത്രം നമുക്കറിയാം. അലക്സാണ്ടറുടെ ചരിത്രം നമ്മൾ പഠിക്കും, രോമാഞ്ചത്തോടെ ഇങ്ങനെ പഠിക്കും. സാമ്രാജ്യങ്ങളെ കീഴടക്കിയത് നെപ്പോളിയൻ കീഴടക്കി, ഓരോ യൂറോപ്യൻ രാജ്യങ്ങളും കീഴടക്കി അവസാനം അഹങ്കാരത്തെ വിളിച്ചു പറഞ്ഞു. പരാജയം എന്നൊരു വാക്ക് എൻ്റെ ഡിക്ഷണറിയിൽ ഇല്ല. നെപ്പോളിയൻ പറഞ്ഞതാ. പരാജയം എന്ന് പറഞ്ഞ വാക്കില്ല. കാരണം പുള്ളി യുദ്ധം ചെയ്തിടത്തെല്ലാം പുള്ളി വിജയിച്ചു. അങ്ങനെ വിജയിച്ച് ഞാൻ ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്ന് കരുതിയ ആ മനുഷ്യനെ വാട്ടർലൂ കേട്ടിട്ടില്ലേ? വാട്ടർലൂ യുദ്ധത്തിൽ വെച്ച് ഇംഗ്ലീഷുകാർ തോൽപ്പിച്ച്, നെപ്പോളിയനെ തോൽപ്പിച്ച് പിടികൂടി. അപ്പോ മനുഷ്യനാണോ പരാജയം ഉണ്ടാവും. എന്നാൽ ഇതൊരു ജയാളിയാണ്. ജയാളി. കൊലോസ്യർ 2:15 നല്ലൊരു ആത്മീയ വിഷയമാണ്. നമുക്ക് സമയമുണ്ടെങ്കിൽ പിന്നീട് പഠിക്കണം. ദൈവമക്കൾ അത് പഠിപ്പിക്കണം, നിങ്ങളത് പ്രസംഗിക്കണം. അപ്പൊ കുരിശിൽ പിശാചിനെ ആയുധവർഗം വെപ്പിച്ചു. ആ ചരിത്രമാണ് ബൈബിൾ
ഇതെന്താണ് ബൈബിൾ നമ്മുടെ കയ്യിലിരിക്കുന്നത് ചോദിച്ചാൽ അത് ദൈവത്തിന്റെ വചനമാണ്. അതൊരു ചരിത്ര പുസ്തകമാണ്. എന്താ ചരിത്രം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാര്യങ്ങളുടെ വിവരണം. അതാണ് ചരിത്ര, ഹിസ്റ്ററി. ഹിസ്റ്ററി എന്നുള്ള വാക്കിനെ ദൈവമക്കള് വേറൊരു രീതിയിലും പണ്ഡിതന്മാർ പറയാറുണ്ട്. ഹിസ്റ്ററി ഈസ് ഹീസ് സ്റ്റോറി. അറിയാലോ അത് അല്ലേ? ഹിസ്റ്ററി എന്ന വാക്കിന്റെ അർത്ഥം പാസ്റ്റ് ഇവന്റ്സ് എന്നാണ്, കഴിഞ്ഞു പോയ സംഭവങ്ങൾ എന്നാണ്. ഒരു ദൈവമക്കളെ സംബന്ധിച്ച് വാട്ട് ഈസ് ഹിസ്റ്ററി എന്ന് ചോദിച്ചാൽ ഹിസ്റ്ററി ഈസ് ഹീസ് സ്റ്റോറി. ഹീസ് HIS ഹീസ് സ്റ്റോറി. ആരുടെ കഥ? ഇതൊരു വ്യക്തിയുടെ ചരിത്രമാണ്, ഒരു വ്യക്തിയുടെ കഥയാണ്, ഒരു വ്യക്തിയെക്കുറിച്ചുള്ള സംഭവങ്ങളാണ്. ഏത് വ്യക്തി? യേശു തമ്പുരാനെ കുറിച്ചുള്ള കഥയാണ്. ഹിസ്റ്ററി ഈസ് ഹീസ് സ്റ്റോറി. ശരിയല്ലേ? ചരിത്രം മുഴുവൻ കർത്താവിനെ ചുറ്റും കടന്ന് കറങ്ങുക ചരിത്രം. അങ്ങനെയാണല്ലോ ചരിത്രം. പണ്ഡിതന്മാര്, ചരിത്രകാരന്മാര് കാലത്തെ ഒന്ന് എണ്ണണമല്ലോ. എവിടെ തുടങ്ങും? വർഷങ്ങൾ എണ്ണിത്തുടങ്ങാൻ ഒരു ആരംഭം വേണമല്ലോ, ഏതെങ്കിലും ഒരു സംഭവം വേണമല്ലോ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തി വേണമല്ലോ വർഷങ്ങൾ 1, 2 എണ്ണുവാൻ. അങ്ങനെ ചരിത്രകാരന്മാർ കൂടിയിരുന്ന് ആലോചിച്ചപ്പോഴാണ് ലോകത്തിലെ ഏറ്റവും സുപ്രധാന സംഭവമായി യേശു കർത്താവിന്റെ ജനനത്തെ അവർ മനസ്സിലാക്കുന്നത്. കലണ്ടറൊക്കെ തയ്യാറാക്കുന്നത് 15ഓ 16ഓ നൂറ്റാണ്ടില. ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന കലണ്ടർ തയ്യാറാക്കുന്നത് ഈ കഴിഞ്ഞ 4-5 നൂറ്റാണ്ട് മുമ്പാ. പക്ഷേ ചരിത്രകാരന്മാരിങ്ങനെ നോക്കി, സോക്രട്ടീസിന്റെ ജനനം വേണോ? മഹാപണ്ഡിതനായിരുന്നു. സോക്രട്ടീസിന്റെ ശിഷ്യനായി പ്ലാറ്റോയുടെ ജനനമാക്കിയാലോ? പറ്റുകയില്ല. പ്ലാറ്റോയേക്കാൾ വലിയവനാണ് കർത്താവ്. പ്ലാറ്റോയുടെ ശിഷ്യൻ അരിസ്റ്റോട്ടിൽ, ലോകം കണ്ട ഏറ്റവും വലിയ ആ കാലത്തെ പണ്ഡിതനായിരുന്നു അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിലിന്റെ ജീവിതം ആസ്പദമാക്കിയാലോ? പറ്റില്ല. അരിസ്റ്റോട്ടിലിനെയൊക്കെ വലിയതാ ഇവിടെ ഉണ്ട്. അരിസ്റ്റോട്ടിലിന്റെ ശിഷ്യനായിരുന്നത്രേ പിന്നെ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി. ലോകം വെട്ടിപ്പിടിക്കാൻ പുറപ്പെട്ട് പനി പിടിച്ച് മരിച്ചുപോയ കർത്താവിന്റെ അതേ പ്രായത്തിൽ, കർത്താവിന് 33-ാമത്തെ വയസ്സിൽ കർത്താവ് മരിച്ചെങ്കിൽ അതേ പ്രായത്തിൽ മരിച്ചുപോയ അലക്സാണ്ടർ ചക്രവർത്തിയെ അടിസ്ഥാനമാക്കിയായിരുന്നു കലണ്ടർ തയ്യാറാക്കിയിരുന്നതെങ്കിൽ ഇത് 2026 ആകത്തില്ല, 2326 ആയേനെ. കാരണം 300 യേശു കർത്താവിനും 300 കൊല്ലം മുമ്പാണ് അലക്സാണ്ടർ ജീവിച്ചിരുന്നത്. അപ്പൊ ഇങ്ങനെ ചരിത്രകാരന്മാർ നോക്കിയപ്പോ എവിടെയാണ് നമ്മൾ ഇത് ആരംഭിക്കേണ്ടത്? അവർക്ക് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. ഇത് യേശുവിന്റെ ജനനത്തെ നമുക്ക് തുടങ്ങാം. അങ്ങനെയാണ് യേശുവിന്റെ ജനനം തൊട്ട് 1, 2, 3 എന്ന് എണ്ണി ഇപ്പൊ 2026 ആയത്. എക്സാക്ട്ലി 2026 ഒന്നും ആയിരിക്കത്തില്ല, എങ്കിലും യേശു കർത്താവിന്റെ ജനനമാണ് AD അന്നോ ഡൊമിനി. അന്നോ ഡൊമിനി എന്ന വാക്കിന്റെ അർത്ഥം AD എന്ന് പറഞ്ഞാൽ ഇൻ ദ ഇയർ ഓഫ് അവർ ലോഡ് എന്നാണ് ആ വാക്ക് തന്നെ. അന്നോ ഡൊമിനി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഇൻ ദ ഇയർ ഓഫ് അവർ ലോഡ്, നമ്മുടെ കർത്താവായ യേശുവിന്റെ വർഷം എന്നാണ് AD 2026 എന്ന് പറഞ്ഞ അർത്ഥം. ഓക്കെ, അപ്പൊ ഇതൊരു ജയാളിയുടെ ചരിത്രമാണ്. അടുത്ത 11 കൂടെ പറഞ്ഞ് നമ്മൾ ഈ ഭാഗം അവസാനിപ്പിക്കും. ഇത് ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയുടെ ചരിത്രമാണ്. ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവത്തിന്റെ ചരിത്രമാണ്. വിപ്ലവകാരി അല്ലെങ്കിൽ വിപ്ലവത്തിന്റെ ചരിത്രമാണ്. 1 മിനിറ്റിൽ അത് പറയാം. ഏറ്റവും വലിയ വിപ്ലവം അല്ലെങ്കിൽ വിപ്ലവകാരിയുടെ ചരിത്രമാണ്. വാട്ട് യു മീൻ ബൈ റെവല്യൂഷൻ? എന്താണ് വിപ്ലവം എന്ന് എന്താണ് അർത്ഥമാക്കുന്നത്? വിപ്ലവം, റെവല്യൂഷൻ എന്നാണ് അതിന് പറയാം. വിപ്ലവം എന്ന് പറഞ്ഞാൽ സഡൻ ചേഞ്ച് എന്ന വാക്കിന്റെ അർത്ഥം. ഇമ്മീഡിയറ്റ് സഡൻ ചേഞ്ച്, ഡ്രാസ്റ്റിക് ചേഞ്ച്, സമൂലമായ മാറ്റം, പെട്ടെന്നുണ്ടാകുന്ന മാറ്റം എന്നൊക്കെയാണ് വിപ്ലവം എന്ന വാക്കിന്റെ അർത്ഥം. നിങ്ങൾ ഹരിത വിപ്ലവം, ഇന്ത്യയിൽ സംഭവിച്ച ഒരു വിപ്ലവമാണ് ഹരിത വിപ്ലവം. ഹരിതം എന്ന് പറഞ്ഞാൽ പച്ച. ഇപ്പൊ പച്ച വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താ? കാർഷിക രംഗത്തുണ്ടായ വമ്പിച്ച മാറ്റത്തിന്, എല്ലാ രംഗത്തുള്ള സമൂല മാറ്റം, വമ്പിച്ച മാറ്റത്തിനാണ് വിപ്ലവം എന്ന് പറയുന്നത്. കാർഷിക രംഗം പട്ടിണി കൊണ്ട് ഇന്ത്യക്കാർ പൊറുതിമുട്ടിയപ്പോൾ ഗവൺമെന്റ് ഹരിത വിപ്ലവം കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ കാർഷിക രംഗത്തെ വമ്പിച്ച ഉൽപാദനം, അതിനാണ് ഹരിത വിപ്ലവം. ഹരിതം പച്ച. ധവള വിപ്ലവം, ധവള എന്ന് പറഞ്ഞാൽ വെള്ള, വെളുത്തത്. ധവള വിപ്ലവം എന്ന് പറഞ്ഞാൽ പാലുൽപാദനത്തിലുണ്ടായ വമ്പിച്ച മാറ്റം, അതിനാണ് ധവള വിപ്ലവം. ഇനി ഫ്രഞ്ച് വിപ്ലവം 1789 ഫ്രാൻസില് വിപ്ലവം നടന്നു. അതിങ്ങനെയൊന്നുമല്ല, ഇപ്പൊ ഈ പറഞ്ഞ വിപ്ലവം പോലെയല്ല, കഴുത്തരിയുന്ന വിപ്ലവമാണ്. അവിടുത്തെ സമ്പന്നരെയും അന്നത്തെ പുരോഹിതന്മാർ, ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ, അന്നത്തെ ബിഷപ്പുമാരെയും അച്ഛന്മാരെയും
സമ്പന്നരായ ജന്മികളെ എല്ലാം പിടിച്ചു കൊണ്ടുവന്ന് കഴുത്തറുത്ത് വിപ്ലവം ഉണ്ടാക്കി. അതിന്റെ പേരാണ് 1759 ഫ്രഞ്ച് വിപ്ലവം. അതും പരാജയപ്പെട്ടു. എല്ലാ വിപ്ലവവും ലോകത്തിൽ പരാജയപ്പെട്ടു. എല്ലാ യുദ്ധങ്ങളും പരാജയപ്പെട്ടു. ഒരേ ഒരു യുദ്ധമേ വിജയിച്ചിട്ടുള്ളൂ. അതാണ് 10ാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞ കുരിശിലെ വിപ്ലവം. അത് മാത്രമാണ് വിജയം കണ്ട ഏക വിപ്ലവം. അതാണ് 11ാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. ലോകത്തിലെ വിജയിച്ച ഏക വിപ്ലവം എന്ന് പറഞ്ഞാൽ സഡൻ ചേഞ്ച്, ഡ്രാസ്റ്റിക് ചേഞ്ച്, സമൂലമായ മാറ്റം വരുത്തിയ ഒരേ ഒരു വിപ്ലവകാരി കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്താ കാരണം നോക്കിയേ, നിങ്ങളെ എന്റെയൊക്കെ മനസ്സിന് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താന്ന് ചോദിച്ചാൽ എന്റെ മറുപടി മനുഷ്യ മനസ്സിന് മാറ്റം വരുത്തുന്നതാണ്. മനുഷ്യ മനസ്സിന് മാറ്റം വരുത്തുന്നതാ. നോക്കിയേ, സാധുക്കളായ നമ്മളെ ദ്രോഹികളായി പോകാമായിരുന്ന, കൊലപാതകികളാകാമായിരുന്ന, മോഷ്ടാക്കളാകാമായിരുന്ന, പോലീസിന്റെ ഇടികൊണ്ട് ചാകാൻ സാധ്യതയുണ്ടായിരുന്ന, മാനസിക രോഗം പിടിക്കാൻ സാധ്യതയുണ്ടായിരുന്ന, തകർന്നു പോകാൻ സാധ്യതയുണ്ടായിരുന്ന എന്നെയും നിങ്ങളെയും അവൻ വിളിച്ചു അവന്റെ രക്തത്താൽ ഒരു വലിയ വിപ്ലവം നടത്തി നമ്മുടെ ഹൃദയത്തിൽ ഒരു വലിയ മാറ്റം വരുത്തി ആ വിപ്ലവത്തിന് ഉടമകളാക്കി മാറ്റി നമ്മളെ. അങ്ങനെ ആ വിപ്ലവമാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിപ്ലവം. 250 കോടി മനുഷ്യരുടെ ഹൃദയത്തെ മാറ്റിയതിനേക്കാൾ വലിയ വിപ്ലവം ഉണ്ടോ? ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത് ഏതാനും മാസങ്ങളോ വർഷങ്ങളോ നീണ്ടു നിന്നുള്ളൂ. അതൊക്കെ മാറി. ഫ്രാൻസ് ഇപ്പോൾ ഒരു മുതലാളിത്ത രാജ്യമാണ്. അപ്പൊ ആ വിപ്ലവം പരാജയപ്പെട്ടു. ലോകത്തിൽ നടന്ന 1917 റഷ്യൻ വിപ്ലവം ലോകത്തെ മാറ്റിമറിച്ച വിപ്ലവം. റഷ്യൻ വിപ്ലവം 1917 ലോകത്തിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നു 1917. പക്ഷേ അതും തകർന്നു. കമ്മ്യൂണിസ്റ്റ് വിപ്ലവം പരാജയപ്പെട്ടു. ഇപ്പൊ റഷ്യ എന്ന് പറയുന്ന മുതലാളിത്ത രാജ്യമാണ്. ലോകം നടന്ന എല്ലാ വിപ്ലവങ്ങളും പരാജയപ്പെട്ടു. 1ാം ലോക മഹായുദ്ധം പരാജയമായിരുന്നുകൊണ്ടാണല്ലോ 2ാം ലോക മഹായുദ്ധം ഉണ്ടായത് തന്നെ. അപ്പൊ ഇനി യുദ്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ലോക സംഘടന ഉണ്ടാക്കി, ലീഗ് ഓഫ് നേഷൻസ് ഉണ്ടാക്കി 1ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോ. അത് പരാജയപ്പെട്ടുകൊണ്ടാണല്ലോ 2ാം ലോക മഹായുദ്ധം ഉണ്ടായത്. അതും പരാജയപ്പെട്ടു. പിന്നീട് ഉണ്ടാക്കിയത് ഐക്യരാഷ്ട്ര സംഘടനയും പരാജയമാണെന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേട്ടോ, ലോകം ഒരു 3ാം ലോക മഹായുദ്ധത്തിലോട്ട് നീങ്ങാണോ എന്ന് സംശയിക്കുന്നത്. ഈ യുദ്ധങ്ങളൊന്നും നിർത്താൻ ഒരു ലോക സംഘടനയ്ക്കും പറ്റുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? എല്ലാ യുദ്ധങ്ങളും എല്ലാ വിപ്ലവങ്ങളും പരാജയമായിരുന്നു. ഒരേ ഒരു വിപ്ലവമാണ് വിജയിച്ചത്. കർത്താവായ യേശു ക്രിസ്തു കൊണ്ടുവന്ന ഹൃദയ വിപ്ലവം, ഹൃദയബലി. അങ്ങനെ മാറ്റി 250 കോടി ജനങ്ങളുടെ ഹൃദയത്തെ മാറ്റിമറിച്ച മഹാവിപ്ലവകാരിയാണ് കർത്താവായ യേശു ക്രിസ്തു. ഈ ചരിത്രവും നമ്മുടെ ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടു ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇത്രയും വലിയൊരു വിപ്ലവത്തിലേക്ക് അതിൻ്റെ പ്രയോജനം ലഭിച്ച വ്യക്തികളായി, സാധുക്കളായി എന്നെയും നിങ്ങളെയും ദൈവം തെരഞ്ഞെടുത്തല്ലോ എന്നാണ് ഓർക്കുന്നത്. നമ്മളെ ഉപയോഗിച്ചും ഇനിയും അനേകരെ മാറ്റം വരുത്താൻ വേണ്ടി, അനേക ഹൃദയങ്ങളെ മാറ്റം വരുത്താൻ വേണ്ടി സാധുക്കളായ സാധാരണക്കാരായി എന്നെയും നിങ്ങളെയും ദൈവം ഉപയോഗിക്കും. അതിനുവേണ്ടിയാണ് ഞാൻ പകുതി ഗൗരവത്തിലും പകുതി തമാശയ്ക്കും പറയുന്നത്. കഴിഞ്ഞ കോവിഡ് കാലത്ത് നമ്മളാരും മരിച്ചു പോയില്ല. നമ്മളെക്കാൾ നല്ലവരും നമ്മളെക്കാൾ ചെറുപ്പമായിരുന്നവരും പലരും മരിച്ചുപോയി. കോവിഡ് വന്നപ്പോഴും നമ്മൾ മരിച്ചു പോകാതെ നമ്മളെ ജീവനോടെ രക്ഷിച്ചത് ഈ ലോകത്തിൽ എവിടെയെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ വേണ്ടി, നിങ്ങളൊന്ന് ചേർത്ത് പിടിക്കാൻ വേണ്ടി ഈ ലോകത്തിൽ ഏതോ ഒരു വ്യക്തി കാത്തിരിപ്പുണ്ട്. ആ വ്യക്തിയെ ഒന്ന് ആശ്വസിപ്പിച്ച് ചേർത്ത് പിടിച്ച് ഞാനുണ്ട് കൂടെ പ്രാർത്ഥിക്കാൻ, ഞാനുണ്ട്, കർത്താവിനോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ച് ആ വ്യക്തിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് വരെയും നിന്നെയും എന്നെയും ദൈവം എടുക്കത്തില്ല. ഈ ലോകത്ത് നമുക്ക് ആയുസ് നീട്ടി നൽകി ദൈവം തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സർവ്വവാലുവായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ നമുക്ക് മറ്റൊരു വിഷയമായി ദൈവത്തിന്റെ മുമ്പാകെ ആയിരിക്കാം. എല്ലാവരുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. പറഞ്ഞ കാര്യം മറക്കണ്ട, നമ്മൾ പഠിപ്പിക്കുന്ന 1 ഇയർ ഡിപ്ലോമ കോഴ്സിലേക്ക് അപേക്ഷ അയക്കണമേ എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.